വർഷം 334 BC. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കുപ്രശസ്തമാർന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്ന് സംഭവിക്കാൻ പോവുകയാണ്. ഒരു ഭാഗത്ത് ശക്തരായിട്ടുള്ള പേർഷ്യക്കാരാണെങ്കിൽ മറുഭാഗത്തുള്ളത് ഗ്രീക്കുകാരാണ്. അവരെ നയിക്കാനായി സാക്ഷാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന 20 വയസ്സുകാരനുമുണ്ട്. ഗ്രീക്കുകാരെ സംബന്ധിച്ച് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണെങ്കിൽ പേർഷ്യക്കാർക്ക് അലക്സാണ്ടർ ശപിക്കപ്പെട്ട ഒരു പോരാളിയാണ്. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ആ യുദ്ധത്തിന് കാരണമായ പശ്ചാത്തലം കൂടി നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോ ഞാൻ നിരവധി റെഫറൻസുകളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ചില റെഫറൻസുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ സംഭവ വികാസങ്ങളൊക്കെ ഉരുത്തിരിയുന്നത് കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപാണ്. നമുക്ക് കുറേയധികം വർഷം പിന്നിലേക്ക് പോകാം. 500 BC എന്ന് പറയുന്നത് ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടമാണ്. അവർ കലാപരമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. ധാരാളമായി ഫിലോസഫേഴ്സ് ഉണ്ട്. അതിനു പുറമെ യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളിലും അവർ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരുപാട് യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധ്യമായിട്ടുമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഏതൻസ് എന്നും അതുപോലെ സ്പാർട്ട എന്നും പേരുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള 2 നഗരങ്ങളുണ്ടായിരുന്നു. ഈ ഗ്രീക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. 500 BCയിൽ ഗ്രീക്ക് ഒരു രാജ്യമല്ല. ഗ്രീക്കുകാരായിട്ടുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്വയംഭരണമുള്ള നഗരങ്ങളാണ്. ഏതൻസും സ്പാർട്ടയും ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള 2 നഗരങ്ങളാണ്. ഇതിൽ ഏതൻസിന് വളരെ മികച്ച ഒരു നാവികസേനയുണ്ട്. അതേസമയം സ്പാർട്ടയ്ക്ക് വളരെ മികച്ച ഒരു കരസേനയാണ് ഉള്ളത്. 480 BC ആയി. ആ കാലഘട്ടത്തിൽ ശക്തരായിട്ടുള്ള പേർഷ്യക്കാർ ഗ്രീക്കുകാർക്കെതിരെ ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള ചെറിയ നഗരങ്ങളായിട്ട് നിലനിന്നിരുന്ന ഗ്രീക്കുകാർക്ക് ഒന്നിക്കാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടും ഒന്നിക്കുന്നത് ഏതൻസും സ്പാർട്ടയുമാണ്. കാരണം ഈ 2 നഗരങ്ങളാണ് യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. 2 രീതിയിലുള്ള യുദ്ധമാണ് പേർഷ്യക്കാർ തുടങ്ങി വയ്ക്കുന്നത്. ഒന്ന് കടൽ മാർഗമുള്ള യുദ്ധമാണെങ്കിൽ മറ്റൊന്ന് കരയിലൂടെയുള്ള യുദ്ധമാണ്. ആയിരക്കണക്കിന് പടയാളികളുമായിട്ട് പേർഷ്യക്കാർ പൊടുന്നനെയാണ് ഗ്രീക്കിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത്. അവർ കടന്നു വരേണ്ടത് ഒരു ഇടനാഴിയിലൂടെയാണ്, വളരെയധികം ഇടുങ്ങിയ ഒരു ഇടനാഴി. തെർമോപോളി എന്ന പേരിലാണ് ആ ഇടനാഴി അറിയപ്പെടുന്നത്. ആ വലിയ സേനയെ തടയാനായി സ്പാർട്ടൻസിൻ്റെ 300ഓളം വരുന്ന സൈന്യമാണ് തെർമോപോളിയിൽ എത്തിച്ചേരുന്നത്. സ്പാർട്ടൻസ് 300 പേര് മാത്രമാണെങ്കിൽ പേർഷ്യക്കാർ ആയിരക്കണക്കിന് ആളുകളാണ്. തീർച്ചയായിട്ടും ആ യുദ്ധത്തിൽ മുൻതൂക്കമുണ്ടാവുക പേർഷ്യക്കാർക്കാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ തെർമോപോളി ഒരു ഇടുങ്ങിയ ഇടനാഴിയാണെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഇടുങ്ങിയ ഒരു ഇടനാഴി ആയതുകൊണ്ട് തന്നെ പേർഷ്യക്കാരിലെ എല്ലാ സൈനികർക്കും ഒരേ സമയത്ത് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേസമയം സ്പാർട്ടൻസിലെ ആ 300 പടയാളികൾക്കും ഒരേ സമയത്ത് തന്നെ യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധ്യമാകും. പക്ഷേ അപ്പോഴും സ്പാർട്ടൻസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു യുദ്ധം ചെയ്ത് തങ്ങൾ ക്ഷീണിക്കുമെന്ന്. പേർഷ്യക്കാർ ഒരുപാട് പേരുണ്ട്. അല്പസമയത്തിന് ശേഷം നിലവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പടയാളികളെ പിൻവലിച്ച് ഫ്രഷായിട്ടുള്ള പുതിയ പടയാളികളെ അവർക്ക് ഇറക്കാൻ സാധിക്കും. യുദ്ധം അങ്ങനെ നടക്കുകയാണ്. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് സ്പാർട്ടൻസിന് കീഴടങ്ങേണ്ടി വന്നത്. പേർഷ്യൻസ് ആ ഘട്ടത്തിൽ അവിടെ വിജയിക്കുന്നുണ്ടെങ്കിൽ പോലും, സ്പാർട്ടൻസ് ഇവിടെ പരാജയപ്പെട്ടു പോയെങ്കിൽ പോലും ഗ്രീക്കുകാർക്ക് ഈ യുദ്ധം ഒരു നേട്ടമാണ് സമ്മാനിച്ചത്. അവർക്ക് 3 ദിവസത്തെ സാവകാശം ലഭ്യമായി. സ്പാർട്ടൻസിന് 3 ദിവസം അവരെ തടഞ്ഞു നിർത്താൻ സാധ്യമായില്ലായിരുന്നുവെങ്കിൽ പേർഷ്യക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രീക്ക് പട്ടണങ്ങളിൽ എത്തിച്ചേരാനും അവയൊക്കെ കീഴ്പ്പെടുത്താനും സാധിക്കുമായിരുന്നു. ഈ 3 ദിവസം തന്നെ ധാരാളമായിരുന്നു ഗ്രീക്കുകാർക്ക് ഒരുങ്ങാൻ. തെർമോപോളിയിലെ യുദ്ധത്തിന് ശേഷം പേർഷ്യക്കാർ ഇരച്ചു കയറുകയായിരുന്നു ഗ്രീക്ക് നഗരങ്ങളിലേക്ക്. പക്ഷേ അപ്പോഴേക്കും ഗ്രീക്കുകാരുടെ സൈന്യം വലിയൊരു സൈന്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് നിരവധി സാവകാശവും ലഭ്യമായി. അങ്ങനെ ആ യുദ്ധത്തിൽ ഗ്രീക്കുകാരാണ് വിജയിക്കുന്നത്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ച മറ്റൊരു യുദ്ധമുണ്ടായിരുന്നു. പേർഷ്യക്കാർ തന്നെ നാവികസേനയുടെ സഹായത്താൽ ഗ്രീസിലേക്ക് അഴിച്ചുവിട്ട ഒരു യുദ്ധം. നിരവധി പടക്കപ്പലുകളാണ് പേർഷ്യയിൽ നിന്നും ഏതൻസ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത്. അവിടെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. പേർഷ്യക്കാരും ശക്തരാണ്, അതുപോലെ തന്നെ ഏതൻസിൻ്റെ നാവികസേനയും ശക്തമാണ്. ഒടുവിൽ വിജയിക്കുന്നത് ഏതൻസ് ആണ്.
പക്ഷേ ഏതൻസ് വിജയിച്ചുവെങ്കിൽ പോലും അവർക്ക് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള എഥീനിയൻ അക്രോപോളിസ് എന്ന ക്ഷേത്രം പേർഷ്യക്കാർ അഗ്നിക്ക് ഇരയാക്കി. അതിനുശേഷവും ചില തുടർ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ യുദ്ധങ്ങളിലൊക്കെ ഗ്രീസുകാർക്ക് വിജയിക്കാൻ സാധിക്കുകയും പേർഷ്യക്കാർ ഗ്രീസിൽ നിന്നും പലായനം ചെയ്യുകയുമുണ്ടായി. പിന്നീടുള്ള 50 വർഷം, ആ 50 വർഷം ഗ്രീസിൽ സമാധാനം തന്നെയായിരുന്നു. എല്ലാവരും സമാധാനത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞു പോയത്. ഞാൻ പറഞ്ഞു, ഗ്രീസ് എന്ന് പറയുന്നത് ഒരൊറ്റ രാജ്യമല്ല, സ്വയംഭരണമുള്ള നിരവധി പട്ടണങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. എല്ലാവരും ഗ്രീക്കുകാരാണ് എന്നുള്ള ഒരു യൂണിറ്റി മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാതെ ഭരണപരമായിട്ടുള്ള ഒരു യൂണിറ്റിയും നമുക്കവിടെ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആഭ്യന്തര ലഹള ആരംഭിക്കുകയാണ്. ഗ്രീസ് മുഴുവനും പൂർണ്ണമായിട്ടും തൻ്റെ കാൽപ്പിടിയിലാക്കണമെന്ന് ഓരോ നഗരത്തിലെയും തലവന്മാർ തീരുമാനിച്ചു. അത് വലിയ രീതിയിലുള്ള കലാപത്തിന് കാരണമായി മാറുകയാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ ഗ്രീക്കുകാരുടെ ഒരു തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം പേർഷ്യക്കാർ അതിശക്തമായിട്ട് തന്നെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ യൂണിറ്റി ഉണ്ട്. കാരണം അവർ വലിയൊരു സാമ്രാജ്യമാണ്. ഗ്രീസ് അത്തരത്തിലുള്ള ഒരു സാമ്രാജ്യമല്ല. എന്നാൽ ഈ ഗ്രീക്ക് നഗരങ്ങളിൽ നിന്നും അല്പം ഉത്തരഭാഗത്തേക്ക് മാറി മറ്റൊരു രാജ്യമുണ്ടായിരുന്നു. മാസിഡോണിയ എന്ന പേരിലാണ് ആ രാജ്യം അറിയപ്പെടുന്നത്. അവിടെയും ഗ്രീക്കുകാരുണ്ട്, പക്ഷേ അവിടെയുള്ള ഗ്രീക്കുകാരുടെ ശതമാനം നന്നേ കുറവാണ്. അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പ് രണ്ടാമൻ എന്ന രാജാവാണ്. അതിബുദ്ധിമാനായിട്ടുള്ള ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ നിരവധി പ്ലാനുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ഒരു വലിയ ലീഗ് ഉണ്ടാക്കുക എന്നതാണ്. ഒരു വലിയ സാമ്രാജ്യമാക്കി ഗ്രീക്കിനെ മാറ്റണം, ഗ്രീക്കുകാരെ മാറ്റണം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അതിനെന്ത് ചെയ്യണം? നിലവിലുള്ള ആഭ്യന്തര ലഹളകൾ അടിച്ചൊതുക്കണം. ഗ്രീക്കുകാരെ എല്ലാവരെയും കീഴ്പ്പെടുത്തി തൻ്റെ സൈന്യത്തിന് ഏറ്റവും ഉന്നതിയിലെത്താൻ സാധ്യമാകണം. ആ പ്രദേശമൊക്കെ അടക്കി ഭരിക്കാൻ സാധ്യമാകണം. അതിനെന്താണ് ആവശ്യം? ഏറ്റവും മികച്ച ഒരു പടയെ ഉണ്ടാക്കിയെടുക്കണം. പ്രധാനമായിട്ടും ആ ഘട്ടത്തിൽ കാലാൽ പടകളാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. കാവലറി അല്ലെങ്കിൽ കുതിരപ്പടയുണ്ട്, പക്ഷേ ഏറ്റവും മികച്ച കാലാൽപ്പട ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ആ യുദ്ധം വിജയിക്കാൻ സാധിക്കുന്നതാണ്. കാലാൽപ്പടയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പടകളുണ്ട്. കുന്തം ഏന്തിയിട്ടുള്ള കാലാൽപ്പടകളുണ്ട്. അതുപോലെ തന്നെ ജാവലിൻ ഏന്തിയിട്ടുള്ള കാലാൽപ്പടയുണ്ട്. ജാവലിൻ ത്രോ പോലെ തന്നെ ഇവർ ഈ ജാവലിൻ അങ്ങ് ദൂരെയുള്ള സൈന്യത്തിന് നേരെ എറിയുകയാണ് പതിവ്. അതുപോലെ തന്നെ അമ്പെയ്യുന്ന സൈനികരും വേറെയുണ്ട്. കുന്തമേന്തിയിട്ടുള്ള കാലാൽപ്പടയെ ശക്തമാക്കാനാണ് ഫിലിപ്പ് രണ്ടാമൻ ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ഗ്രീക്കുകാർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന കുന്തമുണ്ട്. അതിൻ്റെ നീളമെന്ന് പറയുന്നത് ഏതാണ്ട് 9 അടിയാണ്. അദ്ദേഹം പ്രത്യേക തരത്തിലുള്ള വ്യത്യസ്തമായിട്ടൊരു കുന്തം ഡിസൈൻ ചെയ്യുകയാണ്. ആ കുന്തത്തിൻ്റെ നീളം 9ൻ്റെ ഇരട്ടി, അതായത് 18 അടിയാണ്. 18 അടിയുള്ള കുന്തം ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ വളരെ പ്രയാസമാണ്. പക്ഷേ അതുപയോഗിച്ച് നിരന്തരമായിട്ട് ട്രെയിനിങ്ങിന് വിധേയമാവുകയാണെങ്കിൽ അവർ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള കുന്തമേന്തിയ കാലാൽപ്പടയായി മാറുന്നതാണ്. ആർക്കൊപ്പമാണോ ഈ കാലാൽപ്പട ഉള്ളത് അവർക്ക് വിജയം സുനിശ്ചിതമാണ്. കാരണം എതിരാളികളുടെ കുന്തമേന്തിയ കാലാൽപ്പടയുടെ കുന്തത്തിൻ്റെ നീളം വളരെയധികം ചെറുതാണ്. വളരെ അകലെ വെച്ച് തന്നെ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഈ 18 അടി കുന്തമുള്ള കാലാൽപ്പടയ്ക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ പരിശീലനമൊക്കെ പൂർത്തിയായതിനു ശേഷം ഒരു വലിയ സേനയുമായിട്ട് ഫിലിപ്പ് രണ്ടാമൻ മാസിഡോണിയയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഈ വാർത്ത ഗ്രീക്കിലുള്ള എല്ലാ നഗരങ്ങളിലും വ്യാപിക്കുകയുണ്ടായി. ഒരു വലിയ യുദ്ധം നടക്കാൻ പോവുകയാണ്. പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള യൂണിറ്റി ഒന്നുമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ആഭ്യന്തര ലഹള സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു യുദ്ധമല്ല അവിടെ ഉണ്ടാകുന്നത്. ഫിലിപ്പ് രണ്ടാമൻ്റെ കീഴിൽ മാസിഡോണിയയിലുള്ള മുഴുവൻ സൈന്യവുമുണ്ട്. അതേസമയം ഗ്രീക്കുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് 2 പട്ടണങ്ങളിൽ നിന്നുള്ള സൈന്യം മാത്രമാണ്. നിങ്ങൾക്ക് ഞാൻ 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ 25 മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ബ്രൈറ്റ് കേരളേറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഈ ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഏതൻസും തീബ്സുമാണ് ആ 2 നഗരങ്ങൾ.
ആ രണ്ട് സൈന്യവും ഒന്നു ചേർന്ന് ഫിലിപ്പ് രണ്ടാമനെ തുരത്താനായി ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഫിലിപ്പ് രണ്ടാമൻ കിരണി എന്ന പ്രദേശത്തിൻ്റെ വളരെ അരികിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് യുദ്ധം ആരംഭിക്കുന്നത്. കിരണിയിൽ നടന്ന യുദ്ധമായതുകൊണ്ട് തന്നെ ഇത് ബാറ്റിൽ ഓഫ് കിരണിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശക്തമായിട്ട് തന്നെ ഏതൻസുകാരും തീബ്സുകാരും ഫിലിപ്പ് രണ്ടാമൻ്റെ സൈന്യത്തെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ നീളമേറിയ കുന്തപ്പടയ്ക്ക് വളരെ അനായാസമായിട്ട് തന്നെ ഏതൻസിനെയും തീബ്സിനെയും കീഴ്പ്പെടുത്താൻ സാധ്യമായി. പിന്നീട് സംഭവിച്ചതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. വളരെ വേഗതയിൽ തന്നെ ചുറ്റുപാടുമുള്ള പല നഗരങ്ങളെയും കീഴ്പ്പെടുത്തി. ചില നഗരങ്ങളൊക്കെ കീഴടങ്ങിയായിരുന്നു. അവർക്ക് ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെടാനൊന്നും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ആ പ്രദേശമൊക്കെ ഫിലിപ്പ് രണ്ടാമൻ്റെ അധീനതയിലായി. അതിനുശേഷം ഈ ഗ്രീക്കുകാരെയും മാസിഡോണിയയും ഒക്കെ ചേർത്ത് അദ്ദേഹം ഒരു ലീഗ് ആരംഭിക്കുകയാണ്. ലീഗ് ഓഫ് ഹെലനിക് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ തലവനായിട്ട് സ്വയം അവരോധിക്കപ്പെടുകയാണ് ഫിലിപ്പ് രണ്ടാമൻ. അദ്ദേഹത്തിനൊരു സ്ഥാനപ്പേരുണ്ട്. ഹിജിമോൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഗ്രീക്കുകാരുടെ ഒരു ലീഗ് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായി. എന്നാൽ ഇത് ഇത്രയും മതിയോ? പോരാ. കൂടുതൽ വലിയ ഒരു സാമ്രാജ്യമാക്കി മാറ്റണം. അതിനെന്താണ് ചെയ്യേണ്ടത്? തൊട്ടടുത്തുള്ള ഒരു അയൽ രാജ്യം അല്ലെങ്കിൽ ഒരു വലിയ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, വർഷങ്ങളായിട്ടുള്ള ശത്രുതയുണ്ട് ഈ പേർഷ്യക്കാരുമായിട്ട്. അവരെ കീഴ്പ്പെടുത്തണം. അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അവർ ഒരു സൂപ്പർ പവറായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഫിലിപ്പ് രണ്ടാമന് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. വർഷം 336 BC. ഈ ഘട്ടത്തിലാണ് യുദ്ധം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തുന്നത്. സ്പാർട്ട ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നില്ല. കാരണം ഹെലനിക് ലീഗിൻ്റെ ഒരു ഭാഗമല്ല സ്പാർട്ട വളരെയധികം തെക്കോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഫിലിപ്പ് രണ്ടാമന് ആ പ്രദേശത്തും കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധ്യമായിരുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ യുദ്ധം ആരംഭിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. രാത്രിയിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പേർഷ്യയിലേക്ക് എത്തിച്ചേരുക. 1-2 ദിവസങ്ങൾ വേണം പേർഷ്യയുടെ അതിർത്തി വരെ എത്തിച്ചേരാൻ. അതിനുശേഷം അവിടെ യുദ്ധം ആരംഭിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. യാത്ര പുറപ്പെടുന്ന അന്ന് വൈകുന്നേരം വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഗ്രീസിൽ അരങ്ങേറുന്നുണ്ടായിരുന്നു. ഫിലിപ്പ് രണ്ടാമൻ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ തന്നെ ബോഡി ഗാർഡിൻ്റെ കുത്തേറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. കാരണം അധികാര കൊതി തന്നെയാണ്. ഒരു വലിയ സിവിൽ വാർ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹം ഹിജിമോൺ പട്ടം അലങ്കരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തെ വെട്ടി ആ സ്ഥാനത്തേക്ക് സ്വയം അവരോധിതനാകാനായിട്ട് നിരവധി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് നടക്കുന്നത് ഒരു ആഭ്യന്തര യുദ്ധമാണ്. പേർഷ്യക്കാരെ ആക്രമിക്കാമെന്ന് കരുതിയിരുന്ന ഗ്രീസുകാർ ഒരു യൂണിറ്റിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ആഭ്യന്തര യുദ്ധത്തിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെയാണ് ആ കഥാപാത്രത്തിൻ്റെ വരവ്. ചരിത്രത്തിൽ എന്നും സ്വർണ്ണ ലിപി കൊണ്ട് എഴുതി ചേർത്തിട്ടുള്ള അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ആരാണ് ശരിക്കും ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ്? ഇപ്പോൾ മരണമടഞ്ഞ ഫിലിപ്പ് രണ്ടാമൻ്റെ മകനാണ്. അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ 18 വയസ്സ് മാത്രമാണ് പ്രായം. 336 BC. അദ്ദേഹത്തിന് ഫിലിപ്പ് രണ്ടാമൻ്റെ അതേ സ്വപ്നം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, പേർഷ്യയെ കീഴ്പ്പെടുത്തുക. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ അത് കുറച്ച് നാളത്തേക്കെങ്കിലും മറക്കണം. ആദ്യം ഈ ഹെലനിക് ലീഗിൻ്റെ ഹെജിമോണായിട്ട് മാറണം. അത് നിലവിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫിലിപ്പ് രണ്ടാമൻ്റെ ശക്തമായിട്ടുള്ള ഒരു സൈന്യം അലക്സാണ്ടറിൻ്റെ ഒപ്പമുണ്ട്. ആ സൈന്യത്തെ ഉപയോഗിച്ച് ആഭ്യന്തര ലഹള അടിച്ചൊതുക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഗ്രീസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രദേശമാണ്. ഒരുപാട് നഗരങ്ങളുണ്ട്. ഒരു നഗരത്തിൽ പോയി അവിടുത്തെ ആഭ്യന്തര ലഹള അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരിടത്തുള്ള ആഭ്യന്തര ലഹള മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇവിടെ നിന്ന് അവിടെ പുറപ്പെടുമ്പോൾ മറ്റൊരിടത്താണ് പ്രശ്നം നടക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ പെട്ടിരിക്കുകയാണ് അലക്സാണ്ടർ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ക്രൂരമായിട്ടുള്ള ഒരു ആശയം ഉയർന്നു വരുന്നത്. ഒരു നഗരം പൂർണ്ണമായിട്ടും കത്തിച്ച് ഇല്ലാതെയാക്കുക, അവിടെയുള്ള ആളുകളെയും കൊല്ലുക. അതൊരു വലിയ പാഠമായിരിക്കും. അതോടുകൂടി ആഭ്യന്തര ലഹള അവസാനിക്കുമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് തീബ്സ് എന്ന നഗരമാണ്. മണിക്കൂറുകൾ കൊണ്ട് തീബ്സ് എന്ന ആ നഗരം പൂർണ്ണമായിട്ടും കത്തിച്ച് ചാമ്പലാക്കുകയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. കുറേയധികം ആളുകൾ ആ അഗ്നിക്ക് ഇരയാകപ്പെടുകയും ചെയ്തു. അവശേഷിച്ച ദ്വീപിലുണ്ടായിരുന്ന ആളുകളെയെല്ലാം
അടിമകളാക്കി അദ്ദേഹം വിറ്റ് കാശുണ്ടാക്കി. അതൊരു വലിയ സന്ദേശമായിരുന്നു. ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര ലഹള അവസാനിക്കുകയാണ്. എല്ലാവരും വലിയ രീതിയിൽ തന്നെ ഭയന്നുപോയി. അലക്സാണ്ടറിനെതിരെ ഒരു ചെറു വിരൽ അനക്കിയാൽ പോലും തങ്ങളുടെ പട്ടണം പൂർണ്ണമായിട്ടും അദ്ദേഹം കത്തിച്ച് കളയുമെന്നുള്ള ഭീതി എല്ലാവരിലും വ്യാപിച്ചു. അതുകൊണ്ട് തന്നെ അലക്സാണ്ടറിനെ അടുത്ത ഹെജിമോണാക്കി വാഴിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അലക്സാണ്ടർ അടുത്ത രാജാവാകിയാണ് കിങ് ഓഫ് മസിഡോണിയ അല്ലെങ്കിൽ കിങ് ഓഫ് ഗ്രീസ്. 336 BC മരണമടഞ്ഞ തൻ്റെ പിതാവായ ഫിലിപ്പ് രണ്ടാമൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് അലക്സാണ്ടർ. അതിനുവേണ്ടി 40,000-ഓളം വരുന്ന ഒരു വലിയ സേനയുമായിട്ട് അദ്ദേഹം ഏഷ്യ മൈനർ അല്ലെങ്കിൽ പേർഷ്യ ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ടു. ആദ്യം കാണുന്ന നഗരം ഹെലസ്പോണ്ടാണ്. ആ ഹെലസ്പോണ്ട് കീഴ്പ്പെടുത്തണം. അവിടേക്കുള്ള യാത്രയിലാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റും സൈന്യവും. ഈ യാത്രക്കിടയിൽ അലക്സാണ്ടറിൻ്റെ ശക്തമായിട്ടുള്ള ആ സൈന്യത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അലക്സാണ്ടറിൻ്റെ സൈന്യത്തിൽ വെച്ച് ഏറ്റവും ശക്തരായിട്ടുള്ളവർ ഫലഞ്ചേറ്റിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവരെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 18 അടിയോളം നീളമുള്ള കുന്തം ഏന്തിയിട്ടുള്ള പടയാളികൾ. ആ കുന്തത്തിന് സരസ് എന്ന ഒരു പേരാണ് ഉള്ളത്. ഈ സരസ് ഏന്തിയിട്ടുള്ള 9,000-ഓളം വരുന്ന ഫലഞ്ചേറ്റുകളുണ്ട്. അവരെ നയിക്കുന്നത് പർമേനിയൻ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ഒരു മാസിഡോണിയൻ കമാൻഡറാണ്. ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സൈന്യത്തിന് നേരെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. എതിരാളികൾ കൃത്യം നേർക്കാണ് വരുന്നതെങ്കിൽ വളരെ അനായാസമായിട്ട് തന്നെ അവരെ കീഴ്പ്പെടുത്താനായിട്ട് കുന്തം കൊണ്ട് കുത്തി കൊല്ലാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഇവരുടെ ചുറ്റിനും സൈനികർ അല്ലെങ്കിൽ എതിരാളികൾ വരികയാണെങ്കിൽ ഇവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം വളരെ നീളമേറിയിട്ടുള്ള കുന്തമായതുകൊണ്ട് പെട്ടെന്ന് വശങ്ങളിലേക്ക് തിരിയാനോ പെട്ടെന്ന് പുറകിലേക്ക് തിരിയാനോ ഇവർക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ചുറ്റിനുമായിട്ട് സൈന്യം അല്ലെങ്കിൽ ശത്രുക്കൾ വരികയാണെങ്കിൽ ഇവർ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഇവിടുത്തെ തന്ത്രപരമായിട്ടുള്ള കാര്യം ഇവർക്ക് നേരെ മാത്രം എപ്പോഴും എതിരാളികളെ നിർത്തുക എന്നതാണ്. ആ രീതിയിൽ വേണം യുദ്ധം മെനയാനായിട്ട്. കുന്തമേന്തിയ പടയാളികൾ ഇവർ മാത്രമല്ല, വേറെയും ചില പടയാളികളുണ്ട്. കുന്തമേന്തിയ പടയാളികൾ തന്നെയുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് 3000-ഓളം വരുന്ന ഹൈപ്പോസ് പിസ്റ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്തമേന്തിയ കാലാൾപ്പട. ഇവരെ നയിക്കുന്നത് നിക്കനൂർ എന്ന ഒരു കമാൻഡറാണ്. ഈ നിക്കനൂർ ഞാൻ ആദ്യം പറഞ്ഞ പർമേനിയൻ്റെ മകനാണ്. ശക്തരായിട്ടുള്ള ഒരു പട തന്നെയാണ്. പക്ഷേ ഫലഞ്ചൈറ്റിസിൻ്റെ അത്രയും ശക്തരല്ല. എന്നാൽ ഫലഞ്ചൈറ്റിസിന് ഇല്ലാത്ത ചില മേന്മ ഇവർക്കുണ്ട്. ഇവർക്ക് പെട്ടെന്ന് യാത്ര ചെയ്തു പോകാൻ സാധിക്കും, പെട്ടെന്ന് വശങ്ങളിലേക്ക് തിരിയാൻ സാധിക്കും. ഇവർക്ക് പുറമെ 12,000-ഓളം വരുന്ന ഹോപ്ലൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്തമേന്തിയിട്ടുള്ള പടയാളികൾ വേറെയുമുണ്ട്. പക്ഷേ ഇവർ അത്രയും ശക്തരല്ല. മേൽപ്പറഞ്ഞ ആ 9,000-വും 3,000-വും വരുന്നത് ഒരുപാട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മാസിഡോണിയക്കാരായിട്ടുള്ള പടയാളികളാണ്. മാസിഡോണിയക്കാർ എന്ന് തറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ബഹുഭൂരിപക്ഷവും മാസിഡോണിയക്കാരാണ്. പക്ഷേ വളരെ ശക്തരായിട്ടുള്ള വളരെ കരുത്തരായിട്ടുള്ള ഗ്രീസിലെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഏറ്റവും ശക്തരാണ് ഈ 9,000-വും 3,000-വും വരുന്ന പടയാളികൾ. എന്നാൽ അത്രയൊന്നും ശക്തരല്ലാത്ത, എന്നാൽ എണ്ണം തികയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന 12,000-ഓളം വരുന്ന ഹോപ്ലൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുന്തമേന്തിയ പടയാളികളുമുണ്ട്. ഇവർ പൂർണ്ണമായിട്ടും ഗ്രീക്കുകാർ തന്നെയാണ്. ഇതിൽ ഒരു മാസിഡോണിയക്കാരെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വ്യത്യസ്തരായിട്ടുള്ള ഗ്രീക്ക് പട്ടണങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള പടയാളികളാണ്. ഇവർക്ക് കാര്യമായിട്ടുള്ള യൂണിറ്റി ഒന്നുമില്ല. ഇവർക്ക് ഹോപ്ലൈറ്റ്സ് എന്ന പേര് കിട്ടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കുന്തം മാത്രമല്ല ഈ കുന്തമേന്തിയ പടയാളികൾ ഉപയോഗിക്കുന്നത്. അവർക്ക് ഒരു പരിചയമുണ്ട്. നമ്മൾ വാളും പരിചയം ഉപയോഗിക്കുന്നത് പോലെ കുന്തത്തിനോടൊപ്പം തന്നെ പരിചയം പല കുന്തമേന്തിയ പടയാളികളും ഉപയോഗിക്കാറുണ്ട്. ഹോപ്ലൈറ്റ്സിന് ഹോപ്ലൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കവചമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവർ ഹോപ്ലൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1000-ഓളം വരുന്ന അഗ്രിയാനീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇവർ ജാവലിൻ ത്രോയേഴ്സാണ്. ഇവരുടെ കയ്യിൽ ഒരു പ്രത്യേക തരത്തിലെ കുന്തമുണ്ട്. പക്ഷേ ഈ കുന്തം കൊണ്ട് നേരിട്ട് കുത്തിയല്ല എതിരാളികളെ ഇവർ കൊല്ലുന്നത്. ഇവർ അമ്പ് ചെയ്യുന്നത് പോലെ ഈ ജാവലിൻ വളരെയധികം ദൂരെ നിന്ന് എറിഞ്ഞ് എതിരാളികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഒരു കുന്തം പോയി കഴിഞ്ഞാൽ വീണ്ടും എറിയാനായിട്ട് കുന്തം അല്ലെങ്കിൽ ജാവലിൻ ഇവരുടെ ഒപ്പം തന്നെ ഉണ്ട്. ഇവർക്ക് പിന്നിലായിട്ടാണ് 1000-ഓളം വരുന്ന ആർച്ചറീസ് അല്ലെങ്കിൽ അമ്പെയ്ത്തുകാർ വരുന്നത്. അതിൻ്റെ പിന്നിലായിട്ട് 6,000-ഓളം വരുന്ന ഒരു മിക്സഡ് പടയുമുണ്ട്. വലിയ രീതിയിലുള്ള ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ലാത്ത ആർച്ചറീസും ജാവലിൻ ത്രോയേഴ്സുമാണ് ഈ 6,000-ഓളം വരുന്ന മിക്സ്ചറിൽ അടങ്ങിയിരിക്കുന്നത്. പർമേനിയൻ്റെ മറ്റൊരു മകനായ ഫിലോട്ടസ് നയിക്കുന്ന 1,800-ഓളം വരുന്ന
കമ്പാനിയൻ കാവലറി ഉണ്ട്, അതായത് കുതിരപ്പടയുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കുതിരപ്പടയാണ് ഈ കമ്പാനിയൻ കാവലറീസ്. ഇവർക്ക് രണ്ട് രീതിയിലുള്ള ആയുധങ്ങളാണ് ഉള്ളത്. ചിലരുടെ കയ്യിൽ നീളമേറിയിട്ടുള്ള കുന്തമാണ് ഉള്ളതെങ്കിൽ മറ്റു ചിലരുടെ കയ്യിലുള്ളത് വാളാണ്. കുന്തമേന്തിയ കുതിരപ്പടയാളിക്കും വാളേന്തിയ കുതിരപ്പടയാളിക്കും വ്യത്യസ്തമായിട്ടുള്ള ശക്തിയാണ് ഉള്ളത്. കുന്തമേന്തിയ കുതിരപ്പടയാളിക്ക് വളരെ അകലെ നിന്ന് തന്നെ ശത്രുക്കളെ കൊല്ലാൻ സാധിക്കുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വളരെ അരികിലേക്ക് ശത്രുക്കൾ വരികയാണെങ്കിൽ ആ കുന്തം ഉപയോഗിച്ച് അദ്ദേഹത്തിന് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേസമയം വാളേന്തിയിട്ടുള്ള കുതിരപ്പടയാളിയാണെങ്കിൽ അദ്ദേഹത്തിന് അകലെയുള്ള ശത്രുക്കളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, പക്ഷേ വളരെ അരികിൽ വന്നു കഴിഞ്ഞാൽ അവരെ അരിഞ്ഞു വീഴ്ത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉണ്ടായിരിക്കുക വാളേന്തിയിട്ടുള്ള കുതിരപ്പടയാളിക്കാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ മിക്സ് ചെയ്തിട്ടാണ് ഈ 1800ഓളം വരുന്ന കമ്പാനിയൻ കാവലറിയിൽ നിർത്തിയിരിക്കുന്നത്. 1800ഓളം വരുന്ന തെസാലിയൻ കാവലറി ഉണ്ട്. ഇതൊരു ലൈറ്റ് വെയ്റ്റ് കാവലറിയാണ്. ഇവരെ നയിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്നത് കല്ലാസ് എന്ന കമാൻഡറാണ്. ഇവർക്ക് ഈ കമ്പാനിയൻ കാവലറിയുടെ അത്രയും പ്രഹരശേഷിയില്ല. പെട്ടെന്ന് ശത്രുക്കളെ കീഴ്പ്പെടുത്താനോ കൊല്ലാനോ സാധിക്കുന്നതല്ല. പക്ഷേ പെട്ടെന്ന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കാരണം വലിയ ഭാരമുള്ള വെപ്പണുകളല്ല ഇവർ ഉപയോഗിക്കുന്നത്, വലിയ ഭാരമുള്ള പടച്ചട്ടുകളും ഇവർ ഉപയോഗിക്കുന്നില്ല. ഇതിനു പുറമെ എറിജിയസ് നയിക്കുന്ന 600ഓളം വരുന്ന ഗ്രീക്ക് കാവലറിയുമുണ്ട്. ഗ്രീക്ക് കാവലറിയാണ് ഇവർ അത്ര ശക്തരല്ല. വ്യത്യസ്തരായിട്ടുള്ള ഗ്രീക്ക് നഗരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഗ്രീക്ക് കാവലറീസാണ് ഈ 600 പേർ. ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സ്കൗട്ടുകൾ. ശത്രുക്കൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്, ശത്രുക്കൾ ഏതു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അവർ എത്ര പേരുണ്ട്, ഇനി മുന്നിലേക്കുള്ള വഴിയിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 9000ഓളം വരുന്ന സ്കൗട്ടുകൾ ഉണ്ട്. സ്കൗട്ടുകൾ എല്ലാ യുദ്ധങ്ങളിലും ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുൻപ് നമ്മൾ കാലിഫേറ്റ് ഡൈനാസ്റ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഈ സ്കൗട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പരാമർശിച്ചിരുന്നു. പല ഘട്ടങ്ങളിലും യുദ്ധത്തിൽ മേൽക്കോയ്മ നേടിയെടുക്കാൻ സ്കൗട്ടുകളുടെ സഹായം അനിവാര്യമാണ്. ഇനി നമുക്ക് പേർഷ്യൻ സാമ്രാജ്യം ഒന്ന് പരിചയപ്പെടാം. ഒരു മഹാസാമ്രാജ്യമാണ്, വലിയൊരു ഭൂപ്രദേശത്ത് കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യം. വലിയ സാമ്രാജ്യമായതുകൊണ്ട് തന്നെ ആ സാമ്രാജ്യം പല പ്രൊവിൻസ് അല്ലെങ്കിൽ സത്രാപ്പീസായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ സത്രാപ്പിയും ഭരിക്കുന്നത് സത്രാപ്പ് അല്ലെങ്കിൽ ഗവർണറാണ്. ആദ്യത്തെ പോയിൻ്റായ ഹെലസ്പോണ്ട് ഭരിക്കുന്നതും ഒരു സത്രാപ്പാണ്. അവിടെ വലിയ രീതിയിലുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അലക്സാണ്ടറിൻ്റെ പടയാളികൾ അവരുടെ തൊട്ടരികിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ കൂട്ടത്തിൽ തന്നെ ഒരു ഗ്രീക്കുകാരനായ ഒരു കമാൻഡറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിമോൺ ഓഫ് റോഡ്സ് എന്നാണ്. അദ്ദേഹം ഒരു ഗ്രീക്കുകാരനാണെങ്കിൽ പോലും പേർഷ്യയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. ഒരു പേർഷ്യക്കാരനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അലക്സാണ്ടറുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ബുദ്ധി. പ്രധാനമായിട്ടും അവരുടെ ഉയരമേറിയിട്ടുള്ള സരസ് എന്ന ആയുധം ഉപയോഗിക്കുന്ന ഫലഞ്ചൈറ്റ്സ്, ആ ഫലഞ്ചൈറ്റ്സിനെ തോൽപ്പിക്കുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് നമുക്ക് ഇവിടെ നീങ്ങാം. നമ്മുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പുറകിലേക്ക് പിൻവലിക്കാം. എല്ലാവരും പിന്നിലേക്ക് പോകട്ടെ. എന്നാൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഭക്ഷണ സാധനങ്ങളും പാടങ്ങളും ഒക്കെ അഗ്നിക്ക് ഇരയാക്കാം. അങ്ങനെ കുറേയധികം നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പാടങ്ങളെല്ലാം കത്തിച്ചാമ്പലാകും. അലക്സാണ്ടറിനും അലക്സാണ്ടറിൻ്റെ സൈന്യത്തിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണമില്ല. വരുന്ന വഴിക്ക് യുദ്ധത്തിൽ ആളുകളെ കീഴ്പ്പെടുത്തി അവിടെയുള്ള ഭക്ഷണങ്ങൾ കവർന്നെടുക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും അവർ വരുന്നത്. ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ പാടങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ കത്തിച്ച് കളയുകയാണെങ്കിൽ പട്ടിണി കടന്ന് അലക്സാണ്ടറും അദ്ദേഹത്തിൻ്റെ പടയാളികളും മരണമടയും, അല്ലെങ്കിൽ അവർ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങും. അത് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷേ അവിടുത്തെ സത്രാപ്പിന് അല്ലെങ്കിൽ ഗവർണറിന് ഇത് സ്വീകാര്യമായ ഒരു കാര്യമായിരുന്നില്ല. പിന്തിരിഞ്ഞ് ഓടുന്നത് പേർഷ്യക്കാരുടെ സ്വഭാവമല്ല, അത് ഗ്രീക്കുകാരുടെ സ്വഭാവമാണ്. നമ്മൾ എന്തായാലും പിന്തിരിഞ്ഞോടാൻ പോകുന്നില്ല. മാത്രമല്ല ഇത്രയധികം പാടങ്ങൾ കത്തിച്ച് കളയുന്നത് മണ്ടത്തരമാണ്. അലക്സാണ്ടറിനെ അല്ലാതെ തന്നെ നമുക്ക് തോൽപ്പിക്കാൻ സാധ്യമാകും. പാടങ്ങളൊക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അലക്സാണ്ടർ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. നമ്മുടെ പാടങ്ങളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട് വലിയ രീതിയിലുള്ള പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നമ്മൾ വഴുതി വീഴുന്നതാണ്. അതുകൊണ്ട് നിമോൺ ഓഫ് റോഡ്സിൻ്റെ അഭിപ്രായത്തെ മാനിക്കാതെ അലക്സാണ്ടറുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഗ്രാനിക്കസ് എന്ന നദിയുടെ തീരം.
വലിയ ആഴമൊന്നുമുള്ള ഒരു നദിയല്ല. ഗ്രാനിക്കസ് നദി താണ്ടിയാൽ മാത്രമേ അലക്സാണ്ടറിനും സംഘത്തിനും പേർഷ്യയുടെ ഉള്ളേരിയയിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അവർ ആ നദി കടക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കുകയാണെങ്കിൽ അവർ കുടുങ്ങിപ്പോകുന്നതാണ്. അവരെ നമുക്ക് വളരെ അനായാസമായിട്ട് തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് പേർഷ്യക്കാരുടെ തന്ത്രം. ഇതനുസരിച്ച് ഗാർണിക്കസ് എന്ന് പറയുന്ന ആ നദിയുടെ ഒരു കരയിൽ ഇവർ തമ്പടിച്ചിരിക്കുകയാണ്. അങ്ങ് ദൂരെ നിന്നും അലക്സാണ്ടറിൻ്റെ സൈന്യം പതിയെ അവിടേക്ക് എത്തിച്ചേർന്നു. സമയം രാത്രിയായിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ വലിയ രീതിയിലുള്ള പന്തവും തീയുമൊക്കെ ഉണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നദിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുക്കളെ വ്യക്തമായിട്ട് തന്നെ അലക്സാണ്ടറിന് കാണാൻ സാധിക്കുമായിരുന്നു. അവർ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഫലഞ്ചൈറ്റുകളാണ് ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള സേന, കുന്തമേന്തിയിട്ടുള്ള കാലാൾപ്പട. ആ കാലാൾപ്പടയെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് കുതിരപ്പടയ്ക്കാണ്. കുതിരപ്പടയാവുമ്പോൾ പെട്ടെന്ന് ഓടി അവരുടെ ചുറ്റിനും ഒരു വലയം ഉണ്ടാക്കാൻ സാധിക്കും. അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കും. പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് കുതിരപ്പട. എന്നാൽ ഫലഞ്ചൈറ്റുകൾക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മുൻനിരയിൽ നിർത്തിയിരിക്കുന്നത് 10,000-ഓളം വരുന്ന കുതിരപ്പടയാണ്. അവിടെ നിന്നും വളരെയധികം അകലെ പിന്നിലായിട്ട് മാത്രമാണ് 10,000-ഓളം വരുന്ന കാലാൾപ്പടയെ പേർഷ്യക്കാർ കരുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാലാൾപ്പടയെ അലക്സാണ്ടറിന് കാണാൻ സാധിക്കുന്നില്ല. അവർ വളരെയധികം പിന്നിലാണ്. പക്ഷേ വ്യക്തമായിട്ട് മുന്നിലുള്ള ആ 10,000-ഓളം വരുന്ന കുതിരപ്പടയെ അലക്സാണ്ടറിന് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അലക്സാണ്ടറിൻ്റെ പടയാണ്. പക്ഷേ അവർക്ക് ഒരുപാട് ചലഞ്ചുകളുണ്ട്. ആദ്യത്തെ ചലഞ്ച്, ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് പോകണം. പുഴ കടക്കുന്നതിനിടയിലുള്ള ഒരു ആക്രമണം അത് ഉറപ്പാണ്. അതിനുവേണ്ടി തന്നെയാണ് അവരവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. പലരും അഭിപ്രായപ്പെട്ടു, ഈ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ, നേരം വെളുക്കട്ടെ, അതിനുശേഷം മാത്രം നമുക്ക് യുദ്ധം ആരംഭിക്കാം. പക്ഷേ അലക്സാണ്ടറിന് കാത്തിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. യുദ്ധം ഇപ്പോൾ തന്നെ ആരംഭിക്കണം. അദ്ദേഹം ആദ്യം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൊസിഷനിങ് ആണ് ഈ സൈന്യത്തിന് കൊടുക്കുന്നത്. ഏറ്റവും ഇടതുഭാഗത്തായിട്ട് അല്ലെങ്കിൽ കിഴക്ക് വടക്കു ഭാഗത്തായിട്ട് അദ്ദേഹം വിന്യസിക്കുന്നത് പെർമീനിൻ്റെ കീഴിലുള്ള ഒരു കുതിരപ്പടയാണ്. അതിനുശേഷം വരുന്നത് പെർമീനിൻ്റെ കീഴിൽ തന്നെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലഞ്ചൈറ്റുകളാണ്. ഫലഞ്ചൈറ്റുകൾക്കും ശേഷം വരുന്നത് അലക്സാണ്ടർ തന്നെയാണ്. അലക്സാണ്ടറിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ കാവലറിയുമുണ്ട്. ആ കമ്പാനിയൻ കാവലറിയെ നയിക്കുന്ന ഫിലോട്ടസുമുണ്ട്. അതും കഴിഞ്ഞ് ഈ സൈന്യത്തിൻ്റെ എല്ലാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്നത് ബാക്കി എല്ലാ സൈന്യത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ്. അലക്സാണ്ടർ ആ രാത്രിയിൽ തന്നെ ഓർഡർ കൊടുത്തു. അലക്സാണ്ടർ ആദ്യം ഓർഡർ കൊടുക്കുന്നത് തൻ്റെ ഒപ്പം നിൽക്കുന്ന കമ്പാനിയൻ കാവലറിക്കാണ്. അവരോട് പുഴ നീന്തി അപ്പുറത്തേക്ക് ചെല്ലാനുള്ള ഓർഡർ കൊടുത്തു. ഫലഞ്ചൈറ്റ്സിനോട് അവിടെ കാത്തു നിൽക്കാനാണ് പറഞ്ഞത്. കാരണം അവരെ ആദ്യം അയക്കുന്നത് മണ്ടത്തരമാണ്. അവരെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. കുതിരപ്പടയെ ആദ്യം അയക്കുകയാണ്. ആ കുതിരപ്പടയോടൊപ്പം തന്നെ അലക്സാണ്ടറും പുറപ്പെടുന്നുണ്ട്. അവരുടെ പിന്നാലെ നിക്കനൂറിൻ്റെ കീഴിലുള്ള ഹൈപ്പാസ് പിസ്റ്റസ്, അതായത് ചെറിയ കുന്തമേന്തിയിട്ടുള്ള കാലാൾപ്പടയെ അയക്കുന്നു. അതിൻ്റെയും പിന്നിലായിട്ട് പയോണിയൻ്റെ കീഴിലുള്ള ലൈറ്റ് കാവലറി, അതായത് ഭാരം കുറവുള്ള പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന കുതിരപ്പട. ഫലഞ്ചൈറ്റുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. അവർ അലക്സാണ്ടറിൻ്റെ ഒരു സിഗ്നലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ബാക്കിയുണ്ടായിരുന്ന ആളുകൾ ഈ പുഴ നീന്തി അപ്പുറത്തേക്ക് യാത്ര പുറപ്പെട്ടു. പുഴയുടെ മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. ആ ഘട്ടത്തിൽ മാത്രം പേർഷ്യക്കാരുടെ ഭാഗത്തു നിന്നും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ്. ജാവലിൻ ത്രോവേഴ്സാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ജാവലിൻ എറിയുന്നത്. കുറേയധികം ആളുകൾ ഈ ഘട്ടത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ധീരന്മാരായിട്ടുള്ള അലക്സാണ്ടറിൻ്റെ ചുണക്കുട്ടികൾ മുന്നിലേക്ക് തന്നെ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടർന്ന് അവർ മറുകരയിൽ എത്തിച്ചേരുകയാണ്. മറുകരയിൽ പുഴയോട് ചേർന്ന് തന്നെ എതിരാളികൾ ഉണ്ടായിരുന്നു, കുതിരപ്പട ഉണ്ടായിരുന്നു. അവിടെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം ആരംഭിക്കുകയാണ്. നേർക്ക് നേരുള്ള ഒരു കോമ്പാക്റ്റ്. ഈ ഘട്ടത്തിൽ ആർക്കാണ് മുൻതൂക്കമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെ പോരാടുന്നുണ്ട്. രണ്ടും ശക്തർ തന്നെയാണ്. പേർഷ്യൻ സേന ഗ്രീക്ക് സേനയെ പിന്നിലേക്ക് ഉന്തി വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആളുകളെ കൊന്ന് പിന്നിലേക്ക്, അതായത് പുഴയിലേക്ക് തന്നെ അവരെ തിരിച്ചു വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗ്രീക്കുകാർ പേർഷ്യക്കാരെ മുന്നിലേക്ക് തള്ളിവിടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ കടുത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പേർഷ്യൻ മേഖലയിലുണ്ടായിരുന്ന മുഴുവൻ കുതിരപ്പടയും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് സേനയെ തടയാൻ വേണ്ടിയാണ്. ഇതൊരു മികച്ച അവസരമാണ്. അലക്സാണ്ടർ
ഒരു സിഗ്നൽ കൊടുത്തു. ആ സിഗ്നൽ കൊടുക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് വലിയ ഉയരങ്ങളിലുള്ള കൊടിയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ആ കൊടിയോടൊപ്പം തന്നെ ഒരു വലിയ തീനാളവും ഉണ്ടായിരുന്നു. അതൊരു മികച്ച സിഗ്നലായിരുന്നു. ആ സിഗ്നൽ കണ്ട പാടെ ഫലഞ്ചൈറ്റുകൾ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. പക്ഷേ ഇവരുടെ യാത്രയെ പേർഷ്യക്കാർ കാര്യമായിട്ട് ഗവനിക്കുന്നില്ല. കാരണം അവരുടെ ശ്രദ്ധ മുഴുവനും ഇവിടേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന കുതിരപ്പടയുടെ മേലായിരുന്നു. അത് ഫലഞ്ചൈറ്റിനുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു മേൽക്കോയ്മയാണ് കൊടുത്തത്. കാര്യമായിട്ടുള്ള എതിർപ്പുകളൊന്നുമില്ലാതെ അവർക്ക് മുന്നിലേക്ക് കടന്നു വരാൻ സാധ്യമായി. യുദ്ധം നടക്കുമ്പോൾ മാറി നിൽക്കുന്ന സ്വഭാവം അലക്സാണ്ടറിനില്ല. മിക്ക യുദ്ധങ്ങളിലും രാജാവ് നേരിട്ട് പങ്കെടുക്കാറില്ല. പക്ഷേ അലക്സാണ്ടർ യുദ്ധത്തിൽ എല്ലായ്പ്പോഴും മുൻപന്തിയിലായിരിക്കും നിൽക്കുക. രാജാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല. അലക്സാണ്ടറിനെ കൊല്ലുന്നതിലാണ് പേർഷ്യക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുവേണ്ടി അലക്സാണ്ടറിൻ്റെ 2 വശങ്ങളിൽ നിന്ന് ഒരേ സമയം ശക്തരായിട്ടുള്ള പേർഷ്യക്കാർ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അതിന് തടയിടാനായി ഗ്രീക്കുകാരിൽ തന്നെ ശക്തരായിട്ടുള്ള കാവലറി പട അലക്സാണ്ടറിൻ്റെ ഒപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. അവരാണ് കമ്പാനിയൻ കാവലറി. ഈ ഘട്ടത്തിൽ അലക്സാണ്ടറിനെ കൊല്ലാനായി പേർഷ്യ നടത്തിയിട്ടുള്ള ഒരു ശ്രമം ചരിത്രരേഖയിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഒരേ സമയം തന്നെ അലക്സാണ്ടറിൻ്റെ 2 വശങ്ങളിലൂടെ ആക്രമിക്കുക. അതിനുവേണ്ടി ഒരു വശത്തൂടെ എത്തിച്ചേരുന്നത് പേർഷ്യൻ നോബിൾമാനായ റോയിസേഷ്യസ് ആണ്. അതേസമയം മറുവശത്തു നിന്ന് വരുന്നത് മറ്റൊരു നോബിൾമാനായിട്ടുള്ള സ്പിത്രിഡേറ്റ്സ് ആണ്. റോയിസേഷ്യസ് ആണ് ആദ്യം എത്തിച്ചേരുന്നത്. തൊട്ട് പിന്നാലെ തന്നെ സ്പിത്രിഡേറ്റ്സും ഉണ്ട്. ആരെ ആദ്യം ആക്രമിക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അലക്സാണ്ടർ. ആ കൺഫ്യൂഷൻ മുതലാക്കിക്കൊണ്ട് തന്നെ റോയിസേഷ്യസ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നേരെ വാളോങ്ങി. വാള് കൃത്യമായിട്ട് തന്നെ തലയിലുണ്ടായിരുന്ന കിരീടത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു കവചത്തിലാണ് കൊള്ളുന്നത്. ആ കവചം ഭാഗികമായിട്ട് തകർന്ന് നിലത്തേക്ക് വീണു. കനത്ത ഒരു ആഘാതം തന്നെയാണ് അലക്സാണ്ടറിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ ഞൊടിയിടയിൽ തന്നെ അദ്ദേഹത്തിന് സ്വബോധം തിരിച്ചു കിട്ടി. തലയ്ക്ക് കാര്യമായിട്ടുള്ള ക്ഷതമൊന്നും ഏറ്റിട്ടില്ല. ഒരു വലിയ അടി കിട്ടിയിട്ടുള്ള ഒരു വേദന തലയ്ക്കുണ്ട്, അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഒരു ഞൊടി ഇട കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലാൻസസ് എന്ന ആയുധം ഉപയോഗിച്ച് ആ എതിരാളിയെ അദ്ദേഹം കുത്തി നിലത്തേക്ക് ഇടുകയാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു റോമൻ നോബിൾമാനായിട്ടുള്ള സ്പിത്രിഡേറ്റ്സ് അദ്ദേഹം വാൾ ഓങ്ങി. അലക്സാണ്ടറിൻ്റെ കഴുത്ത് ലക്ഷ്യം വെച്ചാണ് വാൾ ഓങ്ങിയത്. എന്നാൽ ആ വാള് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പതിക്കുന്നതിന് മുൻപ് ബ്ലാക്ക് ക്ലൈറ്റസ് എന്ന ഒരു ഗ്രീക്ക് കമാൻഡർ ആ കൈ വെട്ടി വീഴ്ത്തുകയാണ് ഉണ്ടായത്. അലക്സാണ്ടർ അങ്ങനെ രക്ഷപ്പെട്ടു. അലക്സാണ്ടർ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ഒരു ഘട്ടമായപ്പോഴേക്കും ഫലഞ്ചൈറ്റുകൾ ഇങ്ങേക്കരയിൽ എത്തിച്ചേർന്നു. ഫലഞ്ചൈറ്റുകൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ കഥ മാറും. കാരണം അവരെ എതിർക്കാനുള്ള ശേഷി ഈ പേർഷ്യൻ പടക്കില്ല. പിന്നീട് നടന്നത് ചരിത്രമാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പേർഷ്യക്കാർ പലായനം ചെയ്തു. കുറേയധികം ആളുകൾ മരണമടഞ്ഞു. അവശേഷിച്ചവരൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഹെലസ്പോണ്ട് അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കിയിരിക്കുന്നു. ഇവിടം കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം. ഈ ഭാഗത്തെ ഗ്രീക്കിൻ്റെ പേരിൽ എഴുതി ചേർക്കാം. അവരുടെ രാജ്യമായിട്ട്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാം. പക്ഷേ ഇത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. അദ്ദേഹത്തിന് ഇതുകൊണ്ടൊന്നും മതിയാവുകയില്ല. പേർഷ്യ മുഴുവനും കീഴ്പ്പെടുത്തണം. പക്ഷേ പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഹെലസ്പോണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ ഭൂഭാഗമാണ്. അവരുടെ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും അവരുടെ രാജാക്കന്മാരുടെ രാജാവായ ദാർസ്യൂസ് മൂന്നാമൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ അടുത്ത ലക്ഷ്യം ലിഡിയ എന്ന ഒരു പ്രൊവിൻസാണ്. ആ ലിഡിയയുടെ തലസ്ഥാന നഗരം അദ്ദേഹം ആക്രമിക്കുകയാണ്. ആ തലസ്ഥാന നഗരം ആക്രമണത്തിനൊന്നും മുതിരുന്നില്ല. അലക്സാണ്ടറിൻ്റെ കഴിഞ്ഞ യുദ്ധത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ വലിയ ഭീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാതെ അവർ കീഴടങ്ങി. ലിഡിയയുടെ തലസ്ഥാനമായ സാർഡിസിൽ അലക്സാണ്ടറും സംഘവും കുറച്ചു നാളുണ്ടായിരുന്നു. അല്പമൊന്ന് വിശ്രമിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. വിശ്രമം മാത്രമല്ല, അവർക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമായിരുന്നു. ഇനിയുള്ള നീക്കം വളരെയധികം സൂക്ഷിച്ചായിരിക്കണം. ഈ യുദ്ധത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ദാർസ്യൂസ് മൂന്നാമൻ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു യുദ്ധം കൂടെ തുടങ്ങാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അദ്ദേഹം നേരിട്ട് ഗ്രീസിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നാവിക പടയെ ഉപയോഗിച്ച്, കരസേനയെ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ തങ്ങൾക്ക് തടയാൻ സാധിക്കും. കാരണം കരസേനയിൽ ഈ ബോർഡറിൽ തങ്ങളുണ്ട്. എന്നാൽ നാവികസേനയിൽ തങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും.
നേവൽ ബേസുകൾ തകർക്കാൻ സാധിക്കും. എല്ലാ നേവൽ ബേസുകളും തകർക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അവരിപ്പോൾ നിൽക്കുന്ന സാർഡിസിനോട് ചേർന്ന് കിടക്കുന്ന 2 നേവൽ ബേസുകളുണ്ട്. ആ 2 നേവൽ ബേസും കീഴ്പ്പെടുത്തണം. മിലിറ്റസും ഹാലികാർണസസുമാണ് ആ 2 നേവൽ ബേസുകൾ. സാർഡസിൽ നിന്നും ആ സംഘം പുറപ്പെടുന്നത് ഈ 2 നേവൽ ബേസ് കേന്ദ്രീകരിച്ചായിരുന്നു. രണ്ടും വളരെ അടുത്തുള്ള നേവൽ ബേസുകളാണ്. അവിടെ ആ നേവൽ ബേസിനെ സംരക്ഷിച്ചുകൊണ്ട് കരസേനയുണ്ടായിരുന്നു, നാവികസേനയും ഉണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ദൈർഘ്യമേറിയിട്ടുള്ള ഒരു യുദ്ധമാണ് നമുക്ക് കാണാൻ കഴിയുക. 2 സേനയും ഒരുപോലെ തന്നെ പോരാടുന്നുണ്ട്. മികച്ച പോരാട്ടം തന്നെയാണ് 2 കൂട്ടരും കാഴ്ചവെക്കുന്നത്. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ മഞ്ഞുകാലമായി. മഞ്ഞുകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അലക്സാണ്ടർ ആ പ്രദേശവും കീഴ്പ്പെടുത്തി. നേവൽ ബേസുകളും അവിടെ ഉണ്ടായിരുന്ന ചില പടക്കപ്പലുകളും അഗ്നിക്ക് ഇരയാക്കി. അതിനുശേഷം അദ്ദേഹം അവിടെ വിശ്രമിക്കാൻ മുതിരുന്നില്ല. നല്ല ക്ഷീണമുണ്ട്. ദിവസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു. എങ്കിൽ പോലും അവർ ആ ആക്രമണം തുടർന്നു പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർ ലിസിയയിലേക്ക് പുറപ്പെട്ടു. ലിസിയയിൽ അവർ എത്തിച്ചേരുന്നത് 333 BC-യിലാണ്. അതായത് തൊട്ടടുത്ത വർഷത്തെ ഒരു വസന്ത കാലഘട്ടത്തിലാണ്. പൂക്കൾ പൂക്കുന്ന ആ കാലഘട്ടത്തിൽ ലിസിയയിൽ ഒരു യുദ്ധം അരങ്ങേറുന്നു. മുമ്പ് നടന്ന യുദ്ധം പോലെ ആയിരുന്നില്ല ലിസിയയിലെ യുദ്ധം. അവർക്ക് വലിയ വേർപ്പൊന്നും ഒഴുക്കാതെ തന്നെ ലിസിയയെ കീഴ്പ്പെടുത്താൻ സാധിച്ചു. പിന്നീട് അവർ പുറപ്പെടുന്നത് ഫ്രൈജിയ എന്ന ഒരു പ്രദേശത്തേക്കാണ്. ഫ്രൈജിയയും അവർക്ക് അനായാസം കീഴ്പ്പെടുത്താൻ സാധ്യമായി. പിന്നീട് അവിടെ നിന്നും ഗോർഡിയത്തിൽ എത്തിച്ചേർന്നു. ഗോർഡിയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുള്ള വാചകമുണ്ട്. ഗോർഡിയ കീഴ്പ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഷ്യ വളരെ എളുപ്പം കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഗോർഡിയ എന്ന് പറയുന്നത് ഒരു കടുങ്കെട്ടാണ്. ആ കടുങ്കെട്ട് മുറിക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ രാജാവായി മാറും. പക്ഷേ അത്ര വലിയ പ്രയാസപ്പെടേണ്ടി വന്നില്ല അലക്സാണ്ടറിന് ഗോർഡിയ കീഴ്പ്പെടുത്താനായിട്ട്. ഗോർഡിയ എന്ന ആ കടുങ്കെട്ട് വളരെ അനായാസമായിട്ട് തന്നെ അദ്ദേഹം മുറിച്ചു മാറ്റി. ഈ സമയത്ത് അലക്സാണ്ടർ ചിന്തിച്ചതുപോലുള്ള ഒരു സംഭവ വികാസം നടക്കുന്നുണ്ട്. നാവികസേന പുറപ്പെടുകയാണ് ഗ്രീസ് കീഴടക്കാനായിട്ട്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളൊക്കെ അലക്സാണ്ടർ നശിപ്പിച്ച് കഴിഞ്ഞിരുന്നു. എന്നാൽ അവശേഷിച്ച മറ്റൊരു നേവൽ ബേസിൽ നിന്നും നിമോൺ ഓഫ് റോഡ്സ് സൈന്യവുമായിട്ട് പുറപ്പെടുകയാണ്. നിമോൺ ഓഫ് റോഡ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം ഒരു ഗ്രീക്കുകാരനാണ്. പക്ഷേ അദ്ദേഹം പേർഷ്യയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പേർഷ്യയിലെ ഒരു ജനറലാണ്. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞത് പാടങ്ങളൊക്കെ അഗ്നിക്കിരയാക്കി ഓടി രക്ഷപ്പെടാനെന്ന്. അത് അവർ പാലിച്ചില്ല. അതവർ പാലിച്ചിരുന്നുവെങ്കിൽ അലക്സാണ്ടറിനെ ഒരുപക്ഷെ അവർക്ക് തുരത്തി ഓടിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ നിമോൺ ഓഫ് റോഡ്സ് മറ്റൊരു ദൗത്യവുമായിട്ടാണ് പോകുന്നത്, സൈന്യവുമായിട്ട് ഗ്രീസ് കീഴ്പ്പെടുത്താനായിട്ട്. ആദ്യം അവർ എത്തിച്ചേരുന്നത് ഗ്രീസുകാരുടെ അധീനതയിലുള്ള 2 ദ്വീപുകളിലാണ്. ലെസ്ബോസ്, കിയോസ് എന്ന പേരിലാണ് ഈ 2 ദ്വീപുകളും അറിയപ്പെടുന്നത്. വളരെ അനായാസം തന്നെ അവരെ കീഴ്പ്പെടുത്താൻ സാധ്യമായി. കാരണം അവിടെ കാര്യമായിട്ട് സൈന്യമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിലുള്ള ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ 2 നഗരങ്ങളും പേർഷ്യക്കാരുടെ അധീനതയിലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തുടർന്ന് യാത്ര ചെയ്യാൻ നിമോൺ ഓഫ് റോഡ്സിന് സാധ്യമാകുന്നില്ല. കാരണം അദ്ദേഹത്തിന് കലശലായിട്ടുള്ള രോഗബാധയുണ്ടായി. എന്ത് രോഗബാധയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ രോഗബാധ ഉണ്ടായതെന്നോ അറിയുകയില്ല. പക്ഷേ രോഗബാധയെ തുടർന്ന് അദ്ദേഹം തുടർന്നുള്ള യാത്ര ഒഴിവാക്കുകയായിരുന്നു. നിമോണിന് എന്തായാലും യാത്ര തുടരാൻ സാധിക്കുന്നതല്ല. ഒരു ശക്തനായ ജനറൽ ഇല്ലാതെ ഇവരെ അവിടേക്ക് അയച്ചതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു നേട്ടമൊന്നുമില്ല. ഇവരെ കുരുതി കൊടുക്കുന്നതിൽ തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള നാവിക ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിട്ട് 18 മാസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. അലക്സാണ്ടറും സൈന്യവും ഇപ്പോൾ പടിഞ്ഞാറൻ തീരത്തുള്ള സിലിസിയ എന്ന നഗരത്തിലാണ്. ആ പ്രദേശവും കീഴ്പ്പെടുത്തി അവിടെ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അതിനുശേഷമുള്ള അവരുടെ ലക്ഷ്യസ്ഥാനം സിറിയയാണ്. സിറിയയിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അവിടെ കുറച്ചുനാൾ ഒന്ന് വിശ്രമിക്കാമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഒരു വലിയ സേന ഇവരെ ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ടിരുന്നു. അത് സാധാരണ സേനയല്ല, അതൊരു റോയൽ സേനയാണ്. ദാർസ്യൂസിൻ്റെ കീഴിലുള്ള, ദാർസ്യൂസ് മൂന്നാമൻ്റെ കീഴിലുള്ള വലിയൊരു സേന. ഇനിയാണ് ഏറ്റവും വലിയ യുദ്ധം അരങ്ങേറാൻ പോകുന്നത്. ദാർസ്യൂസ് മൂന്നാമൻ എന്ന ശക്തനായിട്ടുള്ള ഒരു ചക്രവർത്തിയും അലക്സാണ്ടർ ദ ഗ്രേറ്റും തമ്മിലുള്ള യുദ്ധം. സിലിസിയയിലെ വിശ്രമത്തിന് ശേഷം അലക്സാണ്ടറും സൈന്യവും സിറിയയിലേക്ക് യാത്ര പുറപ്പെട്ടു.
സിറിയയുടെ അതിർത്തി പ്രദേശത്തേക്ക് അവർ എത്തിച്ചേർന്നു. ആ അതിർത്തി പ്രദേശത്ത് വലിയ ഒരു മലനിരയുണ്ട്. നൂർ മൗണ്ടൻസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. നൂർ മൗണ്ടൻസിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ വളരെ അരികിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ദാർസ്യൂസിൻ്റെ സേന. വളരെയധികം പ്രാചീനമായ ഒരു കാലഘട്ടമാണ് എങ്കിൽ പോലും സ്കൗട്ടുകളുടെ സഹായത്താൽ ശത്രുക്കൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും അവർ എവിടേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ എതിരാളികൾക്ക് അനായാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ദാരിയൂസ് മൂന്നാമന് അലക്സാണ്ടർ ചക്രവർത്തിയുടെയും സൈന്യത്തിൻ്റെയും ഇപ്പോഴുള്ള സ്ഥാനം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ദാരിയൂസിൻ്റെ വരവ് അലക്സാണ്ടർ ദ ഗ്രേറ്റും മനസ്സിലാക്കുന്നുണ്ട്. ആദ്യ അധ്യായത്തിൽ തന്നെ ഞാൻ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സൈന്യത്തോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം സ്കൗട്ടുകളുണ്ട്. അവർ എല്ലായ്പ്പോഴും യാത്രയിലായിരിക്കും, സന്ദേശവാഹകരാണ്. ശത്രുക്കൾ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെ അറിയിച്ചു കൊടുക്കുന്നതാണ്. അതിലൂടെ ദാരിയൂസിൻ്റെ വലിയൊരു സേന തന്നെ ഇവിടേക്ക് വരുന്ന കാര്യം അലക്സാണ്ടർ ചക്രവർത്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു സേന എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെ നിന്ന് വരുന്നവരുടെ എണ്ണം അലക്സാണ്ടർ ചക്രവർത്തിയുടെ മൊത്തം സേനയുടെ 2 ഇരട്ടിയാണ്. ഏകദേശം ഒരു 40,000-ഓളം വരുന്ന സേന അലക്സാണ്ടർ ചക്രവർത്തിയോടൊപ്പമുണ്ട്. ദാരിയൂസിൻ്റെ ഒപ്പമുള്ളത് അതിൻ്റെ ഇരട്ടിയായ ഏതാണ്ട് 80,000-ഓളം വരുന്ന സേനയാണ്. കൃത്യമായിട്ടുള്ളൊരു കണക്കല്ല ഇത്, എന്നാൽ ഏകദേശം ഇത്രത്തോളം സൈനികർ നിലവിലുണ്ടെന്ന് നമുക്ക് പറയാം. പല അക്കൗണ്ടുകളിലും ഈ എണ്ണത്തിൽ വ്യത്യാസം പറയുന്നുണ്ട്. എങ്കിൽ പോലും ഏകദേശം ഈ ഒരു കണക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാരിയൂസിൻ്റെ പട വളരെയധികം അരികിലെത്തിച്ചേർന്നു. കൃത്യമായിട്ടുള്ള ഒരു സ്പോട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് ദാരിയൂസിൻ്റെ സഞ്ചാരം. ഇവരെ ഒതുക്കണം. ഒരു കാരണവശാലും അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ പാടില്ല. ദാരിയൂസ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തി എങ്ങനെയുള്ള ആളാണെന്ന് ദാരിയൂസിന് അപ്പോൾ ധാരണ ഉണ്ടായിരുന്നില്ല. എത്ര അപകടം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരിക്കലും അലക്സാണ്ടർ ചക്രവർത്തി ഓടി രക്ഷപ്പെടുകയില്ല. തങ്ങൾ 1-2 പേരെ ഉള്ളെങ്കിൽ പോലും അലക്സാണ്ടർ ചക്രവർത്തി ധീരനായിട്ട് ആയിരക്കണക്കിന് വരുന്ന പടയുടെ നേർക്ക് പോരാടുന്നതാണ്. അത് പിന്നീട് മാത്രമാണ് ദാരിയൂസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ അലക്സാണ്ടറിനെ കുറിച്ചുള്ള വലിയ ധാരണയൊന്നും ദാരിയൂസിനില്ല. ഇസ്യൂസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് ദാരിയൂസും ആ 80,000-ഓളം വരുന്ന സേനയും എത്തിച്ചേരുന്നത്. ചിലയിടത്തൊക്കെ അത് 1,00,000 പറയുന്നുണ്ട്. നമുക്ക് 80,000 എന്ന ഒരു സംഖ്യ എടുക്കാം. ആ ഇസ്യൂസ് എന്ന ഒരു പ്രദേശം തിരഞ്ഞെടുക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു കാരണമുണ്ട്. അവിടെ നിന്നും ശത്രുക്കൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആ ഒരു പ്രദേശം ഒരു ഇടുങ്ങിയ ഇടനാഴിയാണ്. അതിൻ്റെ ഒരു വശത്ത് വലിയ മലനിരകളാണ്, മറുവശത്തായിട്ടുള്ളത് വലിയ സമുദ്രവുമാണ്. 10 കിലോമീറ്ററോളം ദൂരം വരും ആ മലയിൽ നിന്നും ഈ സമുദ്രത്തിലേക്ക്. ഈ 10 കിലോമീറ്ററോളം മാത്രം വീതിയുള്ള ഒരു പ്രദേശമാണ് ഇസ്യൂസ്. ഈ പ്രദേശത്ത് പിനാറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. ആ മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന നദി സമുദ്രത്തിൽ വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ആ നദിയുടെ അരികിലാണ് ദാരിയൂസും അദ്ദേഹത്തിൻ്റെ സൈന്യവും എത്തിച്ചേരുന്നത്. കാരണം അലക്സാണ്ടറിന് ഈ നദി നീന്തി ഇപ്പുറത്ത് വരാൻ സാധ്യമാകണം. അവർ നദി നീന്തിയാണ് ഇവിടെ എത്തിച്ചേരുന്നതെങ്കിൽ അനായാസമായിട്ട് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. അലക്സാണ്ടർ നദി താണ്ടി ഇവിടെ വരുന്നിടം വരെ കാത്തിരിക്കാൻ ഇവർ തയ്യാറുമാണ്. അതിനുള്ള സജ്ജീകരണവുമായിട്ടാണ് ദാരിയൂസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ ദാരിയൂസിൻ്റെ സൈന്യത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ സൈന്യം 2 വരികളായിട്ടാണ് നിൽക്കുന്നത്. കാരണം 80,000-ഓളം വരുന്ന ഒരു സേനയാണ്. 80,000 പേർക്കും ആ 10 കിലോമീറ്ററോളം വരുന്ന ആ ഒരു പ്രദേശത്ത് ആ ഒരു വീതിയിൽ അണിനിരക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ 2 നിരയായിട്ടാണ് നിൽക്കുന്നത്. 2 നിരയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരു നഷ്ടമുണ്ട്. കാരണം ഇത്രയും വലിയ സേനയാണ് എന്നുള്ള നേട്ടം അവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതല്ല. എല്ലാ സൈനികർക്കും ഒരേ സമയത്ത് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതല്ല. പക്ഷേ എങ്കിൽ പോലും അലക്സാണ്ടർ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഈ ഒരു ഇടുങ്ങിയ ഇടനാഴി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ള നിരയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത് ഇൻഫെൻട്രിയാണ്, അല്ലെങ്കിൽ കുന്തമേന്തിയിട്ടുള്ള കാലാൾപ്പടയാണ്. ശക്തരായിട്ടുള്ള ആ കാലാൾപ്പട ഇമ്മോർട്ടൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് മരണമില്ലാത്ത ആളുകളാണ് ഈ കാലാൾപ്പടയിൽ പെടുന്ന ആളുകൾ. ഇനി നമുക്ക് അവരുടെ മുന്നിലുള്ള നിരയെ പരിശോധിക്കാം. മുന്നിൽ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തായിട്ടുള്ളത് കുതിരപ്പടയാണ്.
കാരണം ആ പ്രതലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്, നല്ല ഉറപ്പുള്ള പ്രതലമാണ്, പരന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കുതിരപ്പടയ്ക്ക് അനായാസം നിന്ന് പൊരുതാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള പേർഷ്യൻ കാവലറിയാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. പേർഷ്യൻ കാവലറി ഏറ്റവും ശക്തമായിട്ടുള്ള കാവലറി അല്ലെങ്കിൽ കുതിരപ്പടയാണ്. അലക്സാണ്ടറിൻ്റെ കുതിരപ്പട ആ പടയുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല. അത്രയും ശക്തമാണ് പേർഷ്യൻ കാവലറി. അവർ എണ്ണത്തിലും വളരെയധികം കൂടുതലാണ്. ഈ കാവലറിയുടെ റൈറ്റ് സൈഡിലായിട്ട്, അതായത് മുൻനിരയുടെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് അണിനിരക്കുന്നത് നിരവധി ഗ്രീക്ക് ഹോപ്ലൈറ്റുകളാണ്. ഹോപ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന കുന്തമേന്തിയ കാലാൾപ്പടയാണ്. അങ്ങനെ ഒരു പേര് അവർക്ക് കിട്ടാനുള്ള കാരണം അവർ ഉപയോഗിക്കുന്ന ഒരു പരിചയമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാണ്. ഇത്തരത്തിലുള്ള സേന അലക്സാണ്ടറിൻ്റെ പക്കലുമുണ്ട്. വലിയ രീതിയിലുള്ള പരിചയമുള്ള ഒരു ആവറേജ് സൈസ് കുന്തമേന്തിയിട്ടുള്ള കാലാൾപ്പടയാണ് ഇവർ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ്. പക്ഷേ അത് അത്ര ശക്തമായിട്ടുള്ള ഒരു സേനയല്ല. എന്നാൽ പോലും അത്രയും എണ്ണമുള്ളത് കൊണ്ട് ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മേൽക്കോയ്മയുണ്ട്. ഇവർ ഗ്രീക്കുകാരാണ്. നമ്മൾ ഈ യുദ്ധം പറഞ്ഞു വരുമ്പോൾ ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ഈ പേർഷ്യൻ പടയാളികളിൽ നല്ലൊരു ശതമാനം ഗ്രീക്കുകാരുണ്ട്. പേർഷ്യയും ഗ്രീസും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് മിക്സ്ചറായിട്ടുള്ള ആളുകളാണുള്ളത്. അവിടെ ഗ്രീസുകാരുമുണ്ട്, അതുപോലെ പേർഷ്യക്കാരുമുണ്ട്. പിന്നെ പേർഷ്യയോട് താല്പര്യം പ്രകടിപ്പിച്ച് ഇവരുടെ ഭാഗമായി മാറിയിട്ടുള്ള നിരവധി ആളുകൾ വേറെയുമുണ്ട്. അങ്ങനെയുള്ള ഗ്രീസ് ഹോപ്ലൈറ്റുകളെയാണ് മധ്യഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അവരുടെ വലതുവശത്തായിട്ട് മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് നിൽക്കുന്നത് പേർഷ്യൻ ഇൻഫൻട്രി അല്ലെങ്കിൽ പേർഷ്യൻ കാലാൾപ്പടയാണ്. അല്പനേരം അവരങ്ങനെ കാത്തുനിന്നു. അതിനുശേഷമാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ വരവ്. അലക്സാണ്ടറിന് അങ്ങ് ദൂരെ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു ആ നദിയുടെ മറുകരയിലായി ദാരിയൂസിൻ്റെ വലിയ സേന നിലയുറപ്പിച്ച് നിൽക്കുന്നതായിട്ട്. പക്ഷേ അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ അലക്സാണ്ടറിന് ഒരു ധാരണയും ഉണ്ടായിരുന്നു. സ്കൗട്ടുകളുടെ സഹായത്താൽ ഇങ്ങനൊരു സേന അവിടേക്ക് വരുന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയും പതിയെ പിനാറസ് നദിയുടെ വളരെ അരികിൽ വരെ എത്തിച്ചേർന്നു. അതിനുശേഷം അവരുടെ സ്വാഭാവികമായിട്ടുള്ള പൊസിഷനിങ്ങിലേക്ക് മാറുകയാണ്. സമുദ്രത്തിൻ്റെ ഭാഗത്തായിട്ട് വരുന്നത് പെർമേനിയനാണ്. പെർമേനിയനും അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയും കാലാൾപ്പടയുമാണ്. അദ്ദേഹത്തിന് കുതിരപ്പടയുമുണ്ട്, അതുപോലെ കാലാൾപ്പടയുമുണ്ട്. മധ്യഭാഗത്തായിട്ട് വരുന്നത് മാസിഡോണിയൻ പടയുടെ കുന്തമുനയായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ഫാലങ്സ് ആണ്. സാധാരണ കുന്തക്കാരേക്കാൾ ഇരട്ടി നീളമുള്ള കുന്തമേന്തിയ ആളുകളാണ് ഈ ഫാലങ്സ്. അവരുടെ വലതുഭാഗത്തായിട്ട് വരുന്നത് അലക്സാണ്ടർ ചക്രവർത്തി തന്നെയാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള കമ്പാനിയൻ കാവലറി ഉണ്ട്. അതിനു പുറമെ ഒരു മിക്സഡ് ആർമി തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. നിരവധി ജാവലിൻ ത്രോവേഴ്സ് ഉണ്ട്. അതിനു പുറമെ ആർച്ചറീസ് അല്ലെങ്കിൽ അമ്പും വില്ലും ഏന്തിയിട്ടുള്ള പടയുണ്ട്. അതും കൂടാതെ കുന്തമേന്തിയിട്ടുള്ള പട വേറെയുമുണ്ട്. പിന്നെ തെസാലിയൻ കാവലറി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കുതിരപ്പടയുമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സേനയെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അതനുസരിച്ച് വേണം അദ്ദേഹത്തിന് കുതന്ത്രങ്ങൾ ഒരുക്കിയെടുക്കാൻ. ഏറ്റവും ഇടതുവശത്തായിട്ട് അല്ലെങ്കിൽ ആ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിട്ട് നിൽക്കുന്ന പേർഷ്യൻ കുതിരപ്പടയ്ക്ക് മേൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായി അവർ അതിശക്തരാണ്, എണ്ണത്തിലും വളരെയധികം കൂടുതലാണ്. അവരുടെ നേരെ മുൻപിലായിട്ട് നിൽക്കുന്നത് പെർമേനിയൻ്റെ കുതിരപ്പടയും കാലാൾപ്പടയുമാണ്. എണ്ണത്തിൽ പെർമേനിയൻ വളരെയധികം കുറവാണ്. പെർമേനിയൻ ശക്തനായിട്ടുള്ളൊരു കമാൻഡർ തന്നെയാണ്. എങ്കിൽ പോലും ഈ പേർഷ്യൻ കാവലറിയുമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കുക അസാധ്യമാണ്. അത് അലക്സാണ്ടറിന് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന തെസാലിയൻ കാവലറിയെ അദ്ദേഹം ഇടതുവശത്തുള്ള സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തേക്ക് അയക്കുന്നു. അത് വളരെ ധീരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു. കാരണം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്ന, അദ്ദേഹത്തോടൊപ്പം പൊരുതാൻ നിന്നിരുന്ന തെസാലിയൻ കാവലറിയാണ് അദ്ദേഹം അവിടേക്ക് അയച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗം ഇപ്പോഴൊന്ന് വീക്കായിട്ടുണ്ട്. അദ്ദേഹം മരണമടയാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും ധീരനായ അലക്സാണ്ടർ അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തു. ഒട്ടും വൈകിയില്ല, പെട്ടെന്ന് തന്നെ അലക്സാണ്ടർ ചക്രവർത്തി ഓർഡർ കൊടുത്തു. ആക്രമിക്കുക, നദി നീന്തി അപ്പുറത്ത് ചെന്ന് എതിരാളികളെ തോൽപ്പിക്കുക. ആ ഓർഡർ കിട്ടേണ്ട താമസം അദ്ദേഹത്തിൻ്റെ സൈന്യം ശക്തമായ വേഗതയിൽ മുന്നിലേക്ക് കുതിക്കുകയാണ്. ദാരിയസിന് മുൻപിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല.
അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പൂർവികരും നിരവധി യുദ്ധങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാഴ്ച ആദ്യമാണ്. സാധാരണഗതിയിൽ ഇങ്ങനൊരു നദി വരികയാണെങ്കിൽ ആ നദി ആര് ക്രോസ് ചെയ്യുമെന്നുള്ള ചിന്തയിലായിരിക്കും രണ്ട് കൂട്ടരും. ആർക്കും ക്രോസ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നദി ക്രോസ് ചെയ്യുന്നതിനിടയിൽ അവർക്ക് യുദ്ധം ചെയ്യാൻ വളരെയധികം പ്രയാസമായിരിക്കും. പക്ഷേ എതിരാളികൾക്ക് ഈസി ആയിട്ട് ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആരും ക്രോസ് ചെയ്യാതെ നിൽക്കുന്നത്. അങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളം യുദ്ധം ചെയ്യാതെ നദിയുടെ രണ്ട് വശങ്ങളിലായിട്ട് നിന്നിട്ടുള്ള ചരിത്രം പോലുമുണ്ട്. ആ ചരിത്രത്തെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് അലക്സാണ്ടറിൻ്റെ കുതിച്ചുചാട്ടം. അത്രയും ധീരനാണ് അദ്ദേഹത്തിൻ്റെ സേന ഒരേപോലെ തന്നെ മുന്നിലേക്ക് കുതിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും മുന്നിലായിട്ട് നിൽക്കുന്നത് അലക്സാണ്ടർ നിൽക്കുന്ന ഭാഗത്തെ സേനയാണ്. അവർക്ക് കൂടുതൽ വേഗതയുണ്ട്, ചടുലമായിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. അതുപോലെ പെർമീനിയൻ്റെ ഭാഗത്തുള്ള കുതിരപ്പടയും മുന്നിലേക്ക് കുതിക്കുന്നുണ്ട്. അവരും അലക്സാണ്ടറിൻ്റെ അത്രയും മുൻപിലല്ലെങ്കിൽ പോലും സാമാന്യം അവർ മുന്നിലേക്ക് യാത്ര ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ മധ്യഭാഗത്ത് നിൽക്കുന്ന ഫാലങ്സ്, ആ നീളമേറിയിട്ടുള്ള കുന്തമേന്തിയിട്ടുള്ള പട, അവർക്ക് അത്രയും വേഗതയിലൊന്നും സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. അവർക്ക് പതിഞ്ഞ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. കുന്തമേന്തിയ കാലാൾപ്പട എപ്പോഴും ചങ്ങലക്കിട്ടതുപോലുള്ള ഒരുപോലെ സഞ്ചരിക്കുന്ന, യൂണിഫോമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ആർമി ആയിരിക്കണം. അല്ലെങ്കിൽ എതിരാളികൾക്ക് അനായാസം ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. വേഗത വർദ്ധിപ്പിക്കും തോറും ഇവരുടെ ആ പൊസിഷനിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. അത് എതിരാളികൾക്ക് ആക്രമിക്കാൻ എളുപ്പമായി മാറുന്നതുമാണ്. ഇവിടെ സംഭവിക്കുന്നതും അതുതന്നെയാണ്. മധ്യഭാഗത്തുള്ള അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഫാലങ്സ് പടയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഏൽക്കുന്നത്. അവരുടെ നേരെ മുൻപിലുള്ളത് ദാരിയൂസിൻ്റെ കുന്തമേന്തിയ ഹോപ്ലൈറ്റ്സ് ആണ്. ആ ഹോപ്ലൈറ്റ്സ് ശക്തമായിട്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. കൂടാതെ ജാവലിൻ ത്രോവേഴ്സ് ഉണ്ട്. അതായത് കുന്തം തന്നെയാണ്. ആ കുന്തം അവർ നേരിട്ട് ആളെ കുത്തുകയല്ല, ദൂരെ നിന്ന് അവരുടെ ദേഹത്തേക്ക് എറിഞ്ഞ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫാലിങ്സിന് അവരുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു. അവരുടെ ആ ഓർഡർ തന്നെ നഷ്ടമായി. എങ്കിൽ പോലും അവർ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് മലനിരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് അലക്സാണ്ടറിന് വലിയ രീതിയിലുള്ള കുതിച്ച് ചാട്ടമാണ് കാണിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ആ പ്രദേശത്തുണ്ടായിരുന്ന പേർഷ്യൻ ഇൻഫൻട്രിയെ വളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള സൈനികരെ ഒന്നൊന്നായി അദ്ദേഹം കൊല ചെയ്യുകയാണ്. വലിയ മുന്നേറ്റം അലക്സാണ്ടറിൻ്റെ ആ ഭാഗത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പെർമേനിയന് കനത്ത തിരിച്ചടിയാണ്. പെർമേനിയനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാവലറി, അദ്ദേഹത്തിൻ്റെ ഇൻഫൻട്രി, അവിടേക്ക് എത്തിച്ചേർന്ന തെസാലിയൻ കാവലറി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പുറത്തുള്ള പേർഷ്യൻ കാവലറിയുമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധ്യമാകുന്നില്ല. അലക്സാണ്ടറിൻ്റെ കാവലറിക്കും അവിടുത്തെ മിക്സഡ് ആർമിക്കും വലിയ മുന്നേറ്റം നേടാൻ സാധിച്ചു. പക്ഷേ തൊട്ടപ്പുറത്തുള്ള ഫാലിങ്സിന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന തിരിച്ചടി അദ്ദേഹം കാണുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്കൗട്ടുകൾ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ അദ്ദേഹം കുറച്ച് കമ്പാനിയൻ കാവലറിയുമായിട്ട് മധ്യഭാഗത്തുള്ള ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിൻ്റെ അരികിലേക്ക് പോകുന്നു. ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിന് അത് ഒട്ടും തന്നെ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ അങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചു പോലുമില്ല. യുദ്ധം തുടങ്ങിയിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല. അലക്സാണ്ടർ അതിവേഗതയിൽ തന്നെ ഈ ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിൻ്റെ നേർക്ക് വന്നു. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിനും അതുപോലെ ജാവലിൻ ത്രോവേഴ്സിനും അവിടേക്ക് വന്നുകൊണ്ടിരുന്ന ഫാലിങ്സിനെ ആക്രമിക്കാൻ സാധിക്കാതെയായി. അവരുടെ ആക്രമണം മുഴുവനും അലക്സാണ്ടറിൻ്റെ അവിടേക്ക് എത്തിച്ചേർന്ന കമ്പാനിയൻ കാവലറിക്ക് നേരെയായി. ശക്തമായ യുദ്ധമാണ് അവിടെ പിന്നീട് നടക്കുന്നത്. ആ യുദ്ധത്തിൽ അലക്സാണ്ടറിന് വളരെ അനായാസമായിട്ട് ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിനെ കൊല്ലാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നേട്ടമുണ്ടാക്കുന്നത് അലക്സാണ്ടറിൻ്റെ ഫാലിങ്സ് പടയ്ക്കാണ്. കാരണം അവരെ ഇപ്പോൾ ആരും ആക്രമിക്കുന്നില്ല. അവർക്ക് പതിയെ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള പൊസിഷനിലേക്ക് മടങ്ങി വരാൻ സാധ്യമായി. ചങ്ങലക്കിട്ട പട പോലെ തന്നെ അവർ പിന്നീട് മുന്നിലേക്ക് പതിയെ മന്ദമായിട്ട് നീങ്ങാൻ തുടങ്ങി. ഗ്രീക്ക് ഹോപ്ലൈറ്റുകൾ അപ്പോഴും പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആക്രമണത്തെ തടയാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. നിരവധി ആളുകൾ മരണമടയുന്നുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിക്ക് സമയം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാനില്ല. അദ്ദേഹം അതിധീരനാണ്. അദ്ദേഹം കുറച്ച് കമ്പാനിയൻ കാവലറിയുമായിട്ട് ആ മധ്യഭാഗത്തു നിന്നും നേരെ പോകുന്നത് ദാരിയൂസിൻ്റെ അരികിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ പിന്നിലൊരു നിരയുണ്ട് ഈ പേർഷ്യക്കാരുടെ. ആ പിന്നിലുള്ള നിരയിലാണ് ഇമ്മോർട്ടൽസും അവരോടൊപ്പം ദാരിയൂസും ഉള്ളത്. ദാരിയൂസ് അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ഒരു കുതിരപ്പുറത്തല്ല ഇരിക്കുന്നത്. അദ്ദേഹം ഒരു ചാരിയറ്റ് അല്ലെങ്കിൽ ഒരു രഥത്തിലാണ് ഇരിക്കുന്നത്.
നമ്മൾ മഹാഭാരത യുദ്ധം ഈ സീരിയലുകളിലും സിനിമകളിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ യുദ്ധം ചെയ്യുന്ന രാജാക്കന്മാർ വലിയ രഥങ്ങളുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെ ഇവിടെ ദാരിയൂസും രഥത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. ആ ദാരിയൂസിൻ്റെ അരികിലേക്ക് അലക്സാണ്ടർ പെട്ടെന്ന് തന്നെ പാഞ്ഞെത്തി. പക്ഷേ ദാരിയസ് മൂന്നാമൻ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ അത്ര ധീരനായിട്ടുള്ള ഒരു പടയാളിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ശരിക്കും ഭയന്നു പോകുന്നുണ്ട്. അതിനെ തുടർന്ന് അവിടെ നിന്നും തൻ്റെ രഥത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് ഇമ്മോർട്ടൽസും ഓടി രക്ഷപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുടർന്ന് വേണമെങ്കിൽ ഇപ്പോൾ കൊല്ലാമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അലക്സാണ്ടറിന് ഒരു അപകടം മണത്തത്. അങ്ങ് സമുദ്രഭാഗത്തായിട്ട് പെർമേനിയന് കനത്ത തിരിച്ചടി തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പേർഷ്യൻ കാവലറി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു അപകടം ഉടനെ സംഭവിക്കും. പെർമേനിയൻ കീഴടങ്ങിക്കഴിഞ്ഞാൽ പേർഷ്യൻ കാവലറിക്ക് അലക്സാണ്ടറിൻ്റെ സേനയെ വളയാൻ സാധിക്കും. കാരണം അവർ കാവലറിയാണല്ലോ, കുതിരപ്പടയാണ്. പെട്ടെന്ന് തന്നെ അവരുടെ ചുറ്റിനും വളഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫാലങ്സിൻ്റെ പുറകിൽ നിന്നും ആക്രമിക്കാൻ സാധ്യമാകും. ഫാലങ്സിന് പിന്നിൽ നിന്നുള്ള ആക്രമണം ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതല്ല. അവർ പെട്ടെന്ന് തന്നെ കീഴടങ്ങും. ഫാലങ്സും പെർമേനിയൻ്റെ സേനയും കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് വളരെ ചെറിയൊരു സേന മാത്രമാണ്. ചുരുക്കത്തിൽ അലക്സാണ്ടർ പരാജയമടയും. ദാരിയൂസിനെ കൊന്നാൽ പോലും സേനയില്ലെങ്കിൽ, അല്ലെങ്കിൽ അലക്സാണ്ടർ തന്നെ പിന്നീട് അവശേഷിക്കുന്നില്ലെങ്കിൽ ഈ യുദ്ധം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ദാരിയൂസ് പൊയ്ക്കോട്ടെ എന്ന് കരുതി അദ്ദേഹം പെർമേനിയനെ സംരക്ഷിക്കാനായി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ കാവലറിയും ഉണ്ടായിരുന്നു. അവർക്ക് പേർഷ്യൻ കാവലറിയെ പരാജയപ്പെടുത്താൻ സാധ്യമായി. ഒട്ടും വൈകാതെ തന്നെ ദാരിയൂസ് മൂന്നാമൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട കാര്യം പേർഷ്യൻ പടയാളികൾ മനസ്സിലാക്കി. അതിനുശേഷം അവർ അവിടെ നിന്നും ഭയപ്പെട്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ബാറ്റിൽ ഓഫ് ഇസ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹത്തായ യുദ്ധം അവിടെ അവസാനിക്കുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു. ഇതൊരു വലിയ യുദ്ധമായിരുന്നു. നിരവധി ആളുകളാണ്, 10,000-കണക്കിന് ആളുകളാണ് അവിടെ മരണമടഞ്ഞു വീണത്. അലക്സാണ്ടറിന് നഷ്ടമായത് 1000-കണക്കിന് പടയാളികളെ ആണെങ്കിൽ പേർഷ്യക്കാർക്ക് 10,000-കണക്കിന് പടയാളികളെ നഷ്ടപ്പെട്ടു. അലക്സാണ്ടർ ചക്രവർത്തി അടുത്തതായി ലക്ഷ്യമിടുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് പ്രദേശത്തുള്ള പ്രവിശ്യകളാണ്. ഏറ്റവും അടുത്തായിട്ടുള്ളത് ഫെനീഷ്യ കഴിഞ്ഞാൽ പിന്നെ ഈജിപ്റ്റ്, അതിനുശേഷം ലിബിയ. ഈ പ്രദേശങ്ങളെല്ലാം ഓരോരോ പ്രവിശ്യകളായിട്ടല്ല, അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രവിശ്യകളായിട്ടാണ് നിൽക്കുന്നത്. ഓരോന്നും വ്യത്യസ്തരായിട്ടുള്ള ഗവർണേഴ്സാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം പുറപ്പെടുന്നത് ഫെനീഷ്യയിലേക്കാണ്. ഫെനീഷ്യ എന്ന് പറയുന്നത് വളരെയധികം സൈനിക ശക്തിയുള്ള ഒരു പട്ടണം തന്നെയാണ്. പക്ഷേ അവർ ആർമിയിൽ പിന്നോക്കമാണ്, അതായത് കരസേന പിന്നോക്കമാണ്. നാവികസേനയിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് ഒരു നാവിക യുദ്ധമല്ല, കാലാൾപ്പടയുടെയും കുതിരപ്പടയുടെയും യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഫെനീഷ്യക്കാർ യുദ്ധത്തിന് മുതിരുന്നില്ല, അവർ കീഴടങ്ങുകയാണ്. ഫെനീഷ്യ പൂർണ്ണമായിട്ട് കീഴടങ്ങിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഫെനീഷ്യ ഒരൊറ്റ പട്ടണമല്ല, ഒരുപാട് പട്ടണങ്ങൾ കൂടി ചേരുന്നതാണ് ഫെനീഷ്യ. നിരവധി പട്ടണങ്ങൾ യുദ്ധത്തിന് മുതിരാതെ അലക്സാണ്ടറിന് കീഴടങ്ങി. അതിനെ തുടർന്ന് അലക്സാണ്ടർ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ രാജാവായിട്ട് മാറി. കാരണം മെഡിറ്ററേനിയൻ സമുദ്രം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫെനീഷ്യയാണ്, അല്ലെങ്കിൽ ഫെനീഷ്യൻ പട്ടണങ്ങളാണ്. അവരുടെ നാവികസേനയാണ്. ആ നാവികസേനയെല്ലാം ഇനി അലക്സാണ്ടറിന് സ്വന്തമാണ്. ഗ്രീസ് ഇനി ഫ്രീ ആണ്, നാവിക യുദ്ധങ്ങളിൽ നിന്ന് ഫ്രീ ആണ്. അവരെ നാവികപരമായിട്ട് പരാജയപ്പെടുത്താൻ പേർഷ്യയ്ക്ക് ഇനി സാധിക്കുന്നതല്ല. പക്ഷേ ഫെനീഷ്യൻ പട്ടണങ്ങളിൽ വെച്ച് ഒരു പട്ടണമായിട്ടുള്ള ടയർ കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല. ടയർ ആക്രമിക്കാനും അല്പം പ്രയാസമാണ്, കാരണം അതൊരു ദ്വീപാണ്. വൻകരയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഒരു ചെറു ദ്വീപാണ്. അവർ കീഴടങ്ങാൻ മുതിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ അവരെ ആക്രമിക്കാൻ ആരംഭിച്ചു. ആക്രമിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ആക്രമിക്കാനായിട്ട് അദ്ദേഹം ഒരു വലിയ പാലം നിർമ്മിക്കുകയാണ്, അവരുടെ ദ്വീപിലേക്കുള്ള ഒരു പാലം. നിരവധി കല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പാലം നിർമ്മിക്കുന്നു. ആ പാലം നിർമ്മിക്കുന്നതിനിടയിൽ അദ്ദേഹം വലിയ 2 ടവറുകൾ കൂടി നിർമ്മിക്കുന്നുണ്ട്. കാരണം പാലം നിർമ്മിക്കുന്ന അവരെ ഈ ടയറിലുള്ള സൈനികർക്ക്, അല്ലെങ്കിൽ അവരുടെ നാവികസേനയ്ക്ക് ആക്രമിക്കാൻ സാധിക്കും. അത് ഒഴിവാക്കാനായിട്ട് വളരെ ഉയരത്തിലുള്ള ടവറുകൾ സ്ഥാപിക്കുന്നു. ടവറിലൂടെ അങ്ങ് ദൂരെ നിന്ന് വരുന്ന
കപ്പലുകളെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇവർക്ക് സാധ്യമാകുന്നു. എങ്കിൽ പോലും വളരെ ധീരമായി ടയറിലെ നാവികസേന ഇവരെ ആക്രമിക്കുന്നു. അലക്സാണ്ടർ അതിന് കടിഞ്ഞാനിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് നമുക്കവിടെ കാണാൻ സാധ്യമാവുക. 7 മാസമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. 7 മാസത്തെ ചെറുത്തുനിൽപ്പിന് ശേഷം മാത്രം ടയർ കീഴടങ്ങി. അങ്ങനെ ടയർ എന്ന് പറയുന്ന ഫെനീഷ്യയിലെ അവസാനത്തെ നഗരവും അലക്സാണ്ടറിൻ്റെ കൈപ്പിടിക്കുള്ളിലായി. അതിനുശേഷം അവർ പോകുന്നത് പിന്നെയും പടിഞ്ഞാറേക്ക് തന്നെയാണ്. പടിഞ്ഞാറ് പ്രദേശത്തുള്ള ഗാസയിലാണ്. ഗാസയിൽ ഒരു വലിയ കോട്ടമതിലിൻ്റെ ഉള്ളിലായിട്ടാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആ കോട്ടമതിലിന് ചുറ്റുമായിട്ട് അലക്സാണ്ടർ ഒരു വലിയ കവചം സൃഷ്ടിച്ചു. സൈനികരെ കൊണ്ടുള്ള കവചം സൃഷ്ടിച്ചു. ഇത്തരത്തിൽ കോട്ടമതിലുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള പട്ടണങ്ങൾക്ക് നേട്ടവുമുണ്ട് കോട്ടവുമുണ്ട്. നേട്ടം എന്ന് പറയുന്നത് ആർക്കും പെട്ടെന്ന് ആക്രമിച്ച് അവിടേക്ക് കടക്കാൻ സാധിക്കുന്നതല്ല. കോട്ടമെന്ന് പറയുന്നത് ഇവരുടെ ചുറ്റിനുമായിട്ടും അലക്സാണ്ടർ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളതുപോലുള്ള ഒരു കവചം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമോ ജലമോ ലഭ്യമാകാതെയാകും. ഒരു ചെറു പട്ടണമാണ് ഇങ്ങനെ കോട്ട കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ജലവും മറ്റ് സാധന സാമഗ്രികളുമൊക്കെ എത്തിക്കുന്നത് വെളിയിൽ നിന്നാണ്. അങ്ങനെയുള്ള ക്യാരവാനുകളുടെ സഞ്ചാരമാണ് അലക്സാണ്ടർ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഒടുവിൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഗാസയിലെ ഗവർണർ പരാജയം സമ്മതിച്ചു. അദ്ദേഹം കീഴടങ്ങി. അങ്ങനെ യുദ്ധമൊന്നും നടക്കാതെ, ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ അലക്സാണ്ടർ ഗാസയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം പിന്നെയും അദ്ദേഹം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നു. പടിഞ്ഞാറ് ഭാഗത്തെ പെലൂസിയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനം. പെലൂസിയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ക്ലിയോപാട്ര വീഡിയോ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു വെള്ളി വെളിച്ചം വരുന്നതാണ്. കാരണം ക്ലിയോപാട്ര സീരീസിൽ വളരെ നിർണായകമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നത് ഈ പെലൂസിയം എന്ന് പറയുന്ന നൈൽ നദിയുടെ തീരത്തുള്ള നഗരത്തിലാണ്. പെലൂസിയത്ത് പിന്നീട് അരങ്ങേറിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന സംഭവ സവിശേഷതകൾക്ക് ശേഷം നടന്ന കാര്യങ്ങളാണ്. അലക്സാണ്ടർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പെലൂസിയം കീഴടക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പെലൂസിയത്തിലുള്ള ആളുകൾക്ക് അലക്സാണ്ടറിനോട് വലിയ താല്പര്യമായിരുന്നു. അവർ സ്വമേധയ കീഴടങ്ങുകയാണ് ഉണ്ടായത്. പെലൂസിയം കീഴ്പ്പെടുത്തിയതിന് ശേഷം പിന്നീട് പോകുന്നത് ആ കാലഘട്ടത്തിലെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഏറ്റവും വലിയ പട്ടണമായിട്ടുള്ള മെംഫിസിലേക്കാണ്. മെംഫിസുകാർക്ക് വലിയ സന്തോഷമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പേർഷ്യക്കാരിൽ നിന്നും സംരക്ഷിക്കാൻ എത്തിയിട്ടുള്ള ഒരു രക്ഷകനായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടറിനെ അടുത്ത ഫറോ ആയിട്ട് അവർ വാഴ്ത്തുകയാണ്. ഫറോ എന്ന് പറയുന്നത് ദൈവതുല്യനാണ്. ഈജിപ്തിൻ്റെ രാജാവാണ് അല്ലെങ്കിൽ ചക്രവർത്തിയാണ്. അദ്ദേഹത്തെ അലക്സാണ്ടറിനെ ഫറോ ആക്കി മാറ്റി. പക്ഷേ അലക്സാണ്ടറിന് അവിടെ നിന്ന് ആ പ്രദേശം ഭരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അലക്സാണ്ടറിൻ്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഈ ഭൂഗോളമായിരുന്നു. അതുകൊണ്ട് തന്നെ അലക്സാണ്ടറിൻ്റെ വിശ്വസ്ത കമാൻഡറായ ടോളമിയെ അവിടുത്തെ വൈസ്രോയിയാക്കി മാറ്റി. ടോളമിയാണ് പിന്നീട് അവിടുത്തെ ഫറോ ആയിട്ട് മാറുന്നത്. ടോളമിയുടെ പിൻഗാമികളിൽ ഒരാളാണ് ക്ലിയോപാട്ര എന്ന് പറയുന്ന ചക്രവർത്തിനി. അതിനുശേഷം ഈജിപ്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. കാരണം ആ കാര്യങ്ങൾ ക്ലിയോപാട്ര സീരീസിലൂടെ ഞാൻ പറഞ്ഞതാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ സീരീസാണ്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് അലക്സാണ്ടറിൻ്റെ ഭാഗത്തേക്ക് മടങ്ങിവെത്താം. അലക്സാണ്ടർ ടോളമിയെ ആ പ്രദേശം ഏൽപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു നിർണായകമായിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു നഗരം അദ്ദേഹം സ്ഥാപിക്കുകയാണ്. നൈൽ നദി ഒഴുകി തുടങ്ങുന്ന പ്രദേശത്ത്, നൈൽ നദിയുടെ ഭാഗത്തായിട്ട് അദ്ദേഹം ഒരു വലിയ പട്ടണം സ്ഥാപിക്കുന്നു. ആ പട്ടണമാണ് അലക്സാണ്ട്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പട്ടണത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത മനുഷ്യർ വളരെ വിരളമായിരിക്കും. അലക്സാണ്ട്രിയ എന്ന് പറയുന്ന ആ നഗരം പിന്നീട് ഈജിപ്തിന് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് റോമൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുമ്പോൾ ആ റോമൻ സാമ്രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട നഗരമായിട്ട് ഇതേ അലക്സാണ്ട്രിയ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അലക്സാണ്ട്രിയ എന്ന പേരിൽ അദ്ദേഹം ഒരൊറ്റ നഗരമല്ല സ്ഥാപിച്ചത്. ഒരു ഡസനോളം വരുന്ന നഗരങ്ങൾ പേർഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അവയുടെ എല്ലാം ഒപ്പം ഒരു വാല് പേരുകൂടെ കാണും. അതായത് 2 പേരുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു നഗരമായിരിക്കും അലക്സാണ്ട്രിയ. അതിനുശേഷം മറ്റൊരു പേര് കൂടി. എന്നാൽ അലക്സാണ്ട്രിയ എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്നത് ഈജിപ്തിലെ ഈ നൈൽ നദി ഒഴുകി തുടങ്ങുന്ന ആ പ്രദേശത്തെ
നഗരമാണ്. അലക്സാണ്ട്രിയ സ്ഥാപിച്ചതിന് ശേഷവും അദ്ദേഹം അവിടെ നിൽക്കുന്നില്ല, യാത്ര തുടരുകയാണ്. പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. യാത്ര ചെയ്ത് അദ്ദേഹം സിവ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ എത്തിച്ചേർന്നു. സിവ നഗരത്തിലുണ്ടായിരുന്ന ആളുകളും അലക്സാണ്ടറിനെ വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. സ്വീകരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു പട്ടം കൂടി ചാർത്തിക്കൊടുത്തു. അലക്സാണ്ടർ ഇനി വെറും അലക്സാണ്ടർ ദ ഗ്രേറ്റ് മാത്രമല്ല, അദ്ദേഹം സൺ ഓഫ് അമൂൻ ആണ്. ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം അമൂൻ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവപുത്രനായി അവർ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ വാഴ്ത്തി. അലക്സാണ്ടർ ദ ഗ്രേറ്റിന് അവിടുത്തെ സ്വീകരണമൊക്കെ സ്വീകരിച്ച് കുറേയധികം നാൾ നിൽക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള ക്ഷമ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഭരണം അദ്ദേഹം ഒരു വൈസ്രോയിയെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം ടയറിലേക്ക് മടങ്ങിപ്പോയി. അവിടെ അദ്ദേഹത്തെ തിരക്കി ഒരു ദൂതൻ എത്തിച്ചേർന്നു. ഗ്രീസിൽ ഒരു വലിയ യുദ്ധം നടക്കാൻ പോകുന്നു. ആദ്യ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ്, ഗ്രീസ് എല്ലാം ഇപ്പോൾ ഒരൊറ്റ ലീഗായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രദേശം അതിൽ നിന്ന് വിട്ട് മാറി നിൽക്കുകയാണ്. സ്പാർട്ടയാണ് ആ പ്രദേശം. ഇവിടെ ഭരിക്കുന്നത് ആഗിസ് രാജാവാണ്. ആഗിസ് രാജാവ് പേർഷ്യക്കാരുമായിട്ട് ചേർന്ന് ഗ്രീസിൽ ഒരു ആഭ്യന്തര യുദ്ധം നടത്താൻ പോകുന്നു. അലക്സാണ്ടറിൻ്റെ ഭരണം അട്ടിമറിക്കാൻ പോകുന്നു. ഗ്രീസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവനും കീഴടക്കിയത് കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? ആദ്യം സുരക്ഷാ വലയത്തിലാക്കേണ്ടത് ഗ്രീസാണ്. അതുകൊണ്ട് അലക്സാണ്ടർ ഒരു സന്ദേശം അയക്കുകയാണ് ത്രാസിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കമാൻഡറായ ഓഫീസറായ ആൻറ്റിപ്പറ്റർക്ക്. ആൻറ്റിപ്പറ്ററിനോട് എത്രയും പെട്ടെന്ന് ആഗിസ് രാജാവിനെ കൊല്ലാനുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത്. മികച്ച ഒരു മാസിഡോണിയൻ സേനയുമായി ആൻറ്റിപ്പറ്റർ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. സ്പാർട്ടയിൽ എത്തിച്ചേർന്നു. സ്പാർട്ടൻസ് അതിശക്തന്മാരാണ്. ശക്തമായിട്ടുള്ള ഒരു പട അവർക്കുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ മാസിഡോണിയൻ പടയ്ക്കായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സേന ആഗിസ് രാജാവിനെ കൊല്ലുകയും സ്പാർട്ട എന്ന് പറയുന്ന പ്രദേശം മാസിഡോണിയയുടെ അല്ലെങ്കിൽ ഗ്രീസ് ലീഗിൻ്റെ ഒരു ഭൂഭാഗമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. ഗ്രീസ് ഇപ്പോൾ സുരക്ഷിതമാണ്, താങ്കൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, സ്പാർട്ട നമ്മൾ കീഴടക്കിയിരിക്കുന്നു എന്ന ഒരു സന്ദേശം പിന്നീട് ആൻറ്റിപ്പറ്റർ അലക്സാണ്ടറിന് അയച്ചു കൊടുത്തു. ആ സന്ദേശം കിട്ടിയതിന് ശേഷം മാത്രമാണ് പിന്നീട് അലക്സാണ്ടർ തൻ്റെ അടുത്ത പ്രദേശങ്ങൾ കീഴടക്കാനുള്ള യാത്ര ആരംഭിക്കുന്നത്. എന്നാൽ ആ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹത്തിന് മറ്റൊരു സന്ദേശം കൂടി ലഭിക്കുകയുണ്ടായി. ആ സന്ദേശം അയച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ ദാരിയൂസ് മൂന്നാമൻ എന്ന പേർഷ്യൻ രാജാവ് തന്നെയാണ്. തൻ്റെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പകുതി ഭൂമി എഴുതിത്തരാം, തൻ്റെ പ്രിയപ്പെട്ട മകളെ ഭാര്യയാക്കി തരാം, ഇട്ടുമൂടാനുള്ള സ്വർണം തരാം, അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ ആ കത്തിലുണ്ടായിരുന്നു. പക്ഷേ അലക്സാണ്ടറിന് അതൊന്നും സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. വേണമെങ്കിൽ അതൊക്കെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ആ വലിയ ഭൂഭാഗം അടക്കി ഭരിക്കാമായിരുന്നു. പക്ഷേ അലക്സാണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ലോകം തന്നെ കീഴടക്കണമായിരുന്നു. അത്രയും ധീരനായിട്ടുള്ള ഒരു പോരാളി കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആ കത്ത് അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അദ്ദേഹം സാക്ഷാൽ ദാരിയൂസ് മൂന്നാമനെ കൊല്ലാനായിട്ട് തന്നെ തുനിഞ്ഞിറങ്ങിയാണ്. അദ്ദേഹത്തിൻ്റെ 50,000-ഓളം വരുന്ന അതിനടുത്ത് വരുന്ന ഒരു സേനയുമായിട്ട് ദാരിയൂസ് മൂന്നാമൻ്റെ അരികിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അലക്സാണ്ടർ ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് ഏറ്റവും മികച്ച ഒരു പ്രദേശം കണ്ടെത്തി അവിടെ തമ്പടിക്കണമെന്ന് ദാരിയൂസ് മൂന്നാമൻ തീരുമാനിച്ചു. തനിക്ക് ഇസ്യൂസ് എന്ന് പറയുന്ന ആ കോറിഡോറിൽ സംഭവിച്ച അബദ്ധം ഇനി സംഭവിക്കാൻ പാടില്ല. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് ഗോഗുമേല എന്ന് പറയുന്ന വളരെയധികം വിസ്താരമേറിയുള്ള ഒരു പ്രദേശമാണ്. വളരെയധികം വിസ്താരമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 80,000-ഓളം വരുന്ന പുതിയ സേനയ്ക്ക് അവിടെ നിലയുറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഒടുക്കത്തെ യുദ്ധമാണെന്ന് ദാരിയൂസ് മൂന്നാമന് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. ഈ യുദ്ധത്തിൽ താൻ തോൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അലക്സാണ്ടർ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് മാറും, താൻ കൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സേനയുമായി മുഴുവൻ സേനയുമായിട്ട് അദ്ദേഹം ഗോഗുമേല എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് പുറപ്പെട്ടു. അവിടെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധ്യമായി. കാരണം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഈ ഗോഗുമേലയിലേക്ക് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ആദ്യം എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സേനയ്ക്കും നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ ഭൂമിയുടെ പ്രതലം അവർ മികച്ച രീതിയിൽ അടിച്ചുറപ്പിച്ചു. ഇപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലെയിനായിട്ടുള്ളൊരു പ്രദേശത്താണ് അവർ നിൽക്കുന്നത്. അലക്സാണ്ടറിൻ്റെ പടയ്ക്ക് നിൽക്കേണ്ടി വരിക ഒരുപാട് കുണ്ടും കുഴിയുമൊക്കെ ഉള്ള
ഒട്ടും നിരപ്പല്ലാത്ത ഒരു പ്രദേശത്താണ്, യുദ്ധം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശം. മാത്രമല്ല അവരുടെ വലിയ സേനയ്ക്ക് ഒരേപോലെ തന്നെ ഒരേ സമയത്ത് യുദ്ധം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതായത് 40,000-ഓളം വരുന്ന അലക്സാണ്ടറിൻ്റെ സേനയെ ഒരേ സമയത്ത് 80,000-ഓളം വരുന്ന സേനയാണ് ആക്രമിക്കാൻ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാം, ഇവിടെ ഉറപ്പായിട്ടും മുൻതൂക്കം ലഭ്യമാവുക ദാരിയൂസിൻ്റെ പേർഷ്യൻ സേനയ്ക്കാണ്. പക്ഷേ അലക്സാണ്ടറിന് ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ ഭൂമി തന്നെ കീഴടക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിവേഗം അദ്ദേഹത്തിൻ്റെ സേനയുമായിട്ട് ഗോഗുമേലയിൽ എത്തിച്ചേർന്നു. ഇവിടെ ആരംഭിക്കുകയാണ് അടുത്ത നിർണായകമായിട്ടുള്ള യുദ്ധം. ഈ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് ഗോഗുമേല എന്ന പേരിലാണ്. ഗോഗുമേലയിൽ എത്തിച്ചേർന്ന അലക്സാണ്ടറിൻ്റെ സേന വളരെയധികം ക്ഷീണിതരായിരുന്നു. കാരണം ദിവസങ്ങളോളം ടയറിൽ നിന്ന് യാത്ര ചെയ്തിട്ടാണ് അവർക്ക് ഗോഗുമേലയിൽ എത്തിച്ചേരാൻ സാധിച്ചത്. പക്ഷേ ദാസ്യൂസിൻ്റെ സേന അവർ കുറേ ദിവസം മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നതാണ്. അവർക്ക് ആവശ്യത്തിനുള്ള വിശ്രമമൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടാതെ എണ്ണത്തിലും അവർ കൂടുതലാണ്. അലക്സാണ്ടർ കഴിഞ്ഞ യുദ്ധത്തിൽ നടത്തിയതുപോലെ തന്നെയുള്ള ഒരു പൊസിഷനിങ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഏറ്റവും ഇടതുവശത്തായിട്ട് പെർമേനിയൻ്റെ കീഴിലുള്ള കാലാൽപ്പടയും കുതിരപ്പടയും ഉണ്ട്. അതിനു പുറമെ തസാലിയൻ കുതിരപ്പടയും അവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. മധ്യഭാഗത്തായിട്ട് ഫാലങ്സ് ആണുള്ളത്. വലതുവശത്തായിട്ട് ഉള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ കുതിരപ്പടയും. അതിനു പുറമെ നിരവധി മിക്സഡ് ആർമിയുമാണ് ഉള്ളത്. ഇവരുടെ എല്ലാം പിന്നിലായിട്ട് രണ്ടാമത് ഒരു ചെറിയ നിര കൂടി അവർ ഒരുക്കുന്നുണ്ട്, ഒരു റിസർവ് പടയായിട്ട്. അവർ ഗ്രീക്ക് ഹോപ്ലൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിൻ്റെ പ്രത്യേകത. കുന്തമേന്തിയ കാലാൽപ്പടയാണ്. ദാർസ്യൂസിൻ്റെ കുറേ കൂടെ ശക്തമായിട്ടുള്ള, കുറേ കൂടെ വീതിയിൽ നിൽക്കുന്ന ഒരു സേനയാണ്. അതിൻ്റെ വലതുവശത്തായിട്ട് അലക്സാണ്ടറിൻ്റെ നേരെ മുൻഭാഗത്തായിട്ട് പേർഷ്യൻ കാവലറി ഉണ്ട്. പൂർണ്ണമായിട്ടുള്ള പേർഷ്യൻ കാവലറി ഇല്ല, പകുതിയോളം വരുന്ന പേർഷ്യൻ കാവലറി അവിടെയുണ്ട്. മധ്യഭാഗത്തായിട്ടുള്ളത് രഥത്തിലുള്ള വലിയ മിലിറ്ററി ഓഫീസർമാരാണ്. നിരവധി രഥങ്ങളാണ് ഏറ്റവും മുൻപന്തിയിലായിട്ടുള്ളത്. അതിൻ്റെ പിന്നിലായിട്ട് ഹോപ്ലൈറ്റ്സ് ഉണ്ട്. അതുകൂടാതെ ഇമ്മോർട്ടൽസും ദാർസ്യൂസ് രാജാവുമുണ്ട്. ദാർസ്യൂസ് രാജാവിനെ സംരക്ഷിക്കാനായിട്ട് നിരവധി ആനപ്പട കൂടി അവിടെയുണ്ട്. എത്രമാത്രം ശരിയാണെന്നറിയുകയില്ല. ചില ജേർണലുകളുടെ അടിസ്ഥാനത്തിൽ ഈ സേനയോടൊപ്പം ഇന്ത്യൻ പടയുമുണ്ട്, ഇന്ത്യക്കാരായിട്ടുള്ള സേനയുമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ പാകിസ്ഥാൻ പ്രദേശത്തിലുള്ള ആളുകളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കുക. കാരണം ഇന്ത്യക്കാർ ഈ ഘട്ടത്തിൽ ഈ പ്രദേശത്ത് എത്താനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എങ്കിൽ പോലും ഈ ലഭ്യമായിട്ടുള്ള അക്കൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരുണ്ടെന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഈ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള സേന ഇടതുഭാഗത്തായിട്ട് നിൽക്കുകയാണ്. അതായത് പെർമേനിയൻ്റെ സേനയുടെ തൊട്ട് മുൻപിലായിട്ട് ഇന്ത്യൻ കുതിരപ്പടയും പേർഷ്യൻ കുതിരപ്പടയുമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അലക്സാണ്ടറിൻ്റെ സ്വഭാവം അനുസരിച്ച് കാത്തുകെട്ടി കിടക്കാനൊന്നും അദ്ദേഹത്തിന് സാധിക്കുന്നതല്ല. ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്ത്രം മെനഞ്ഞെടുക്കുക, അതിനുശേഷം ആക്രമിക്കുക. അദ്ദേഹം തന്ത്രം മെനഞ്ഞെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ സേനയെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ ആക്രമിക്കുകയാണ്. പക്ഷേ എല്ലാ സേനയും ഒരേ വേഗതയിൽ അല്ലെങ്കിൽ ഒരുമിച്ചല്ല ആക്രമിക്കുന്നത്. ഇത്തവണ അലക്സാണ്ടർ നിൽക്കുന്ന പ്രദേശത്തുള്ള സൈനികരാണ് ആദ്യം ആക്രമിക്കുന്നത്. അലക്സാണ്ടറിൻ്റെ എല്ലാ യുദ്ധവും നമുക്ക് നിരീക്ഷിച്ച് നോക്കാം. എല്ലാ യുദ്ധത്തിലും ആദ്യം ആക്രമിക്കുന്നത് അലക്സാണ്ടർ തന്നെ ആയിരിക്കും. അദ്ദേഹമായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക. അദ്ദേഹം ആക്രമിക്കുന്നത് അല്പം വിചിത്രമായിട്ടുള്ളൊരു രീതിയിലാണ്. അവർ നേരെ മുൻപിലേക്ക് കുതിച്ചു പോവുകയായിരുന്നില്ല, അവർ നേരെ വലത്തേക്ക് പോവുകയാണ്. ദാരിയൂസിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇനി അലക്സാണ്ടർ ഓടി രക്ഷപ്പെടുകയാണോ തങ്ങളുടെ സേനയെ കണ്ടിട്ട്? എന്തായാലും അലക്സാണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന പേർഷ്യക്കാരായിട്ടുള്ള സൈനികർ അലക്സാണ്ടറിനെ പിന്തുടരാൻ തുടങ്ങി. അലക്സാണ്ടറിൻ്റെ സേനയെ ആക്രമിക്കാൻ തുടങ്ങി. അലക്സാണ്ടർ കുറച്ചു ദൂരം മാത്രമാണ് വലതുവശത്തേക്ക് പോകുന്നത്. വലതുവശത്തേക്ക് അല്പം പോയതിന് ശേഷം നേരെ മുൻപിലേക്ക് കുതിച്ച് മുൻപിലേക്ക് തന്നെ ഫോളോ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ ആക്രമിക്കുന്നു. ശക്തമായിട്ടുള്ള ഒരു കാവലറി യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഏറ്റവും ശക്തരായിട്ടുള്ള പേർഷ്യൻ കാവലറി തന്നെയാണ് ആ ഭാഗത്ത് ഇത്തവണ ഉള്ളത്. അവരെ നേരിടുന്നത് അലക്സാണ്ടറും അലക്സാണ്ടറിൻ്റെ കമ്പാനിയൻ കാവലറിയും മറ്റ് ചില മിക്സഡ് പടയുമാണ്. ഇതേ സമയം മധ്യഭാഗത്തുണ്ടായിരുന്ന ദാർസ്യൂസിൻ്റെ രഥത്തിലേറിയിട്ടുള്ള ഓഫീസർമാർക്ക് ദാരിയൂസ് ഉത്തരവ് കൊടുത്തു. അത് കേൾക്കേണ്ട താമസം ആ രഥത്തിലേറിയ പട നേരെ മുൻപിലേക്ക് കുതിക്കുകയാണ്. വലിയ അപകടമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം രഥത്തിലേറിയ പടയാണ്, രഥം വലിക്കുന്നത് കുതിരകളാണ്. അതിവേഗതയിൽ ഇവർക്ക് മുന്നിലേക്ക് പോകാം. ഇവരുടെ മുൻപിലുള്ളത് അലക്സാണ്ടറിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സേനയാണ്. പക്ഷേ അവർ ഫാലങ്സ് ആണ്,
അവർക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കുന്നതല്ല. പ്രത്യേകിച്ചും കുതിരയിൽ വരുന്ന ഈ രഥത്തിലേറിയിട്ടുള്ള സൈനികരെ അവർക്ക് ആക്രമിക്കാൻ സാധിക്കുന്നതല്ല. നീളമേറിയ കുന്തമൊക്കെ തന്നെയാണ്, പക്ഷേ ആ നീളം മതിയാവുകയില്ല. രഥമെന്ന് പറയുമ്പോൾ രഥത്തിൻ്റെ വളരെ പിന്നിലായിട്ടാണ് സൈനികരുള്ളത്. ആ സൈനികരെ ആ നീളമേറിയ കുന്തം ഉപയോഗിച്ച് കൊല്ലാൻ പ്രയാസമാണ്. അതിനു മുൻപ് തന്നെ കുതിര അവരുടെ നെഞ്ചിലേക്ക് ചാടി വീഴുന്നതാണ്. അപകടം അവിടെ സംഭവിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ആ ഭാഗത്തുണ്ടായിരുന്ന കമാൻഡറിൻ്റെ ഭാഗത്തു നിന്നും ഉചിതമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നു. ഉചിതവും അല്പം വിചിത്രവുമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് വന്നത്. ആക്രമിക്കാനല്ല, രണ്ട് വശത്തേക്ക് മാറിക്കൊടുക്കാനാണ് പറഞ്ഞത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മൾ ചതുരംഗമൊക്കെ കളിക്കുമല്ലോ, ചതുരംഗത്തിൽ പറയുന്നത് പോലുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പ്. മുന്നിലേക്ക് വരുന്ന തങ്ങളുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ രഥത്തിൻ്റെ പടയെ ആക്രമിക്കാതെ രണ്ട് വശങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറുക. പതിയെ അവർ രണ്ട് വശങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ അച്ചിട്ടതുപോലെ പ്രവർത്തിക്കുന്ന ആ രഥത്തിലേറിയ പടയ്ക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നില്ല. അവർ ആരെയും ആക്രമിക്കാൻ സാധിക്കാതെ ആ വലിയ വിടവിലൂടെ മുന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ കുതിച്ചുപോയ ആ സേനയെ ഏറ്റവും പിന്നിൽ രണ്ടാം നിരയിലായിട്ടുണ്ടായിരുന്ന റിസർവ് സേന അവരുടെ കയ്യിലുണ്ടായിരുന്ന കുന്തം വലിച്ചെറിഞ്ഞ് അവരിൽ പലരെയും കൊല്ലാനായിട്ട് സാധിച്ചു. ഇവിടെ പേർഷ്യൻ പടയ്ക്ക് ഒരു വലിയ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. മധ്യഭാഗത്ത് ഒരു വലിയ വോയിഡ് അല്ലെങ്കിൽ വലിയ ശൂന്യതയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന രഥത്തിലുണ്ടായിരുന്ന സേനകളൊക്കെ തന്നെയും അവിടെ നിന്നും മാറിയിരിക്കുന്നു. അവിടെ വലിയൊരു വേക്കൻസി അവിടെ ക്രിയേറ്റഡ് ആയിരിക്കുന്നു. ആ ഭാഗത്ത് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് കുറച്ച് ഹോപ്ലൈറ്റുകളും ഇമ്മോർട്ടൽസും പിന്നെ ദാർസ്യൂസുമാണ്. അലക്സാണ്ടർ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറച്ച് ക്യാവലറിയുമായിട്ട് അവിടെ നിന്നും മധ്യഭാഗത്തേക്ക് ഇരച്ചു കയറി. അലക്സാണ്ടറിൻ്റെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ ആ ഭാഗത്തെ പേർഷ്യൻ പടയെ, പേർഷ്യൻ ക്യാവലറിയെ ഏതാണ്ട് കീഴ്പ്പെടുത്താൻ അപ്പോഴേക്കും അവർക്ക് സാധ്യമായിരുന്നു. പൂർണ്ണമായിട്ടും സേനയെ അവിടെ നിന്ന് പിൻവലിക്കുന്നില്ല. പകുതിയോളം വരുന്ന സേനയെ പിൻവലിച്ച് അലക്സാണ്ടർ ദാർസ്യൂസിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ദാർസ്യൂസ് ഇപ്പോഴും ഭയപ്പെട്ടു പോയി. തൊട്ട് മുമ്പ് നടന്ന ഇസ്യൂസ് ബാറ്റിൽ സംഭവിച്ച അതേ കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത്. ഒരു സ്വപ്നം കാണുന്നത് പോലെ വീണ്ടും അതേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ദാർസ്യൂസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന ആനപ്പടയും അദ്ദേഹത്തെ പിന്തുടരുകയാണ്. അദ്ദേഹത്തിന് സംരക്ഷണ വലയം ഒരുക്കുകയാണ്. ഇതേ സമയത്ത് ഇടതുവശത്തായിട്ടുണ്ടായിരുന്ന പെർമേനിയന് ഇത്തവണയും തിരിച്ചടി തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ശക്തരായിട്ടുള്ള ഇന്ത്യക്കാരെ അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ സാധ്യമാകുന്നില്ല. പെർമേനിയന് അപകടം മണത്തു. അദ്ദേഹം അരികിലുണ്ടായിരുന്ന ഒരു കുതിര പടയാളിയെ അലക്സാണ്ടറിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടു. താങ്കൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അരികിലേക്ക് വരിക, ഞങ്ങളെ ഇതാ പരാജയപ്പെടുത്താൻ പോകുന്നു. അലക്സാണ്ടർ ഈ വാർത്ത കേൾക്കേണ്ട താമസം തൻ്റെ പ്രിയപ്പെട്ട കമാൻഡറായ പെർമേനിയൻ്റെ അരികിലേക്ക് പാഞ്ഞെത്തിച്ചേർന്നു. പെർമേനിയൻ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അലക്സാണ്ടറിന്. പക്ഷേ അതിന് അദ്ദേഹത്തിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ദാർസ്യൂസിനെ ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊലപ്പെടുത്താമായിരുന്നു. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ, തൻ്റെ പ്രിയപ്പെട്ട കമാൻഡറായ, മാസിഡോണിയൻ കമാൻഡറായ പെർമേനിയനെ സംരക്ഷിക്കാനായി അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ക്യാവലറിയോടൊപ്പം ആ പ്രദേശത്തേക്ക് ഓടിച്ചെന്നു. പിന്നീട് നടന്ന ശക്തമായ യുദ്ധത്തിൽ ഇന്ത്യക്കാരെ തറ പറ്റിക്കാനായിട്ട് അവർക്ക് സാധ്യമായി. ഇത്തവണയും ദാർസ്യൂസ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട വാർത്ത എല്ലാ പേർഷ്യക്കാരിലും എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് അവരും അവിടെ നിന്നും പലായനം ചെയ്യുകയാണ്. വീണ്ടും ഒരു വിജയം, ഒരു സുപ്രധാന വിജയം. ബാറ്റിൽ ഓഫ് ഗോഗമാല അലക്സാണ്ടർ തന്നെ വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത പേർഷ്യൻ ചക്രവർത്തി അതൊരു പേർഷ്യക്കാരനല്ല, ഒരു മാസിഡോണിയക്കാരനാണ്. സാക്ഷാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. ഇനി നടക്കാൻ പോകുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പട്ടാഭിഷേകമാണ്. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് 2 നഗരങ്ങളാണ്. ഒന്ന് ബാബിലോണിയ, മറ്റൊന്ന് സൂസ. ആദ്യം ബാബിലോണിയയിൽ എത്തിച്ചേർന്നു. അവരുടെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി. കാരണം അവരെല്ലാവരും അറിഞ്ഞിരിക്കുന്നു ദാസ്യൂസ് മൂന്നാമൻ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. അടുത്ത ചക്രവർത്തി മറ്റാരുമല്ല അലക്സാണ്ടർ ആണെന്ന്. അവർ 2 കൈയും നീട്ടി തന്നെ അലക്സാണ്ടറിനെ സ്വീകരിക്കുന്നു. അവരുടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം സൂസയിലേക്ക്, തൊട്ടടുത്തുള്ള മറ്റൊരു നഗരത്തിലേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തിച്ചേർന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകം നടക്കുന്നത്. അലക്സാണ്ടർ ദാസ്യൂസ് മൂന്നാമൻ്റെ കിരീടവും ചെങ്കോലും ഏറ്റുവാങ്ങി. അതിനുശേഷം എല്ലാ പേർഷ്യൻ ആചാരത്തോടു കൂടി തന്നെ
പേർഷ്യൻ ചക്രവർത്തിയായി മാറി. ആ സിംഹാസനത്തിൽ അദ്ദേഹം കടന്നിരിക്കുന്നു. പക്ഷേ ഗ്രീക്കുകാർ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പേർഷ്യൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല. ഗ്രീക്കുകാരാണ് ഏറ്റവും ഉന്നതിയിലുള്ള ആളുകൾ. അതുകൊണ്ട് അവർക്ക് അവരുടെ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷേ അലക്സാണ്ടറിന് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് എല്ലാ ആളുകളുടെയും വിശ്വാസത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. പേർഷ്യയിൽ എത്തിച്ചേർന്നാൽ പേർഷ്യൻ ആചാരം അനുസരിച്ച് പേർഷ്യയിലെ ചക്രവർത്തിയായിട്ട് മാറുക, ഈജിപ്തിൽ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ഫറോ ആയിട്ട് മാറുക, അവരുടെ ആചാരം അനുസരിച്ച് ജീവിക്കുക. കാരണം അദ്ദേഹം ഈ ലോകത്തിൻ്റെ തന്നെ രാജാവാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ലോകത്തിലുള്ള ഓരോ പ്രദേശത്തെയും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളിലൂടെ വ്യത്യസ്തനായിട്ടുള്ള രാജാക്കന്മാരായിട്ട് അദ്ദേഹത്തിന് ആ ഒരൊറ്റ വ്യക്തിക്ക് മാറാൻ സാധ്യമാകണം. സൂസയിൽ നിന്നും പിന്നീട് അദ്ദേഹം പോകുന്നത് പെർസിപ്പോളിസ് എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിലേക്കാണ്. ആ നഗരത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ദാരിയസ് മൂന്നാമൻ അധികാരത്തിലേറിയത്. അവിടെ വെച്ച് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു പ്രതികാര നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രതികാര നടപടിയാണ് 480 BC-യിൽ പേർഷ്യക്കാർ ഏതൻസിലുള്ള അവരുടെ മഹാക്ഷേത്രം അഗ്നിക്കിരയാക്കിയിരുന്നു. അതിൻ്റെ പ്രതികാരം വീട്ടണം. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ നഗരമാണ്. ആ നഗരത്തെ അദ്ദേഹം മൊത്തത്തിൽ കത്തിച്ച് ചാമ്പലാക്കി കളയുകയായിരുന്നു പ്രതികാരത്തിൻ്റെ പുറത്ത്. അങ്ങനെ ആ നഗരമെല്ലാം കത്തിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു വാർത്ത ലഭ്യമാകുന്നത്. മീഡി എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ നിന്നാണ് ആ വാർത്ത ലഭ്യമായിരിക്കുന്നത്. രക്ഷപ്പെട്ടോടിയ ദാർസ്യൂസ് മൂന്നാമൻ ആ പ്രദേശത്തുണ്ട്. അവിടെ ചെന്നാൽ ദാർസ്യൂസിനെ കൊല്ലാൻ സാധിക്കും. മീഡിയയിലെ എക്ബാറ്റ്ന എന്ന് പറയുന്ന സിറ്റിയിലാണ് ഒരു അഭയാർത്ഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടുത്തെ ഗവർണർ അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുമുണ്ട്. പിന്നീടുള്ള യാത്ര അവിടേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ സേനയുമായിട്ട് അവിടേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ ഈ ദാർസ്യൂസ് മൂന്നാമൻ്റെ ചാരന്മാർ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ അലക്സാണ്ടർ തന്നെ കണ്ടെത്തിയ കാര്യവും അവിടേക്ക് അലക്സാണ്ടർ പുറപ്പെട്ട കാര്യവും ദാർസ്യൂസ് മൂന്നാമൻ മനസ്സിലാക്കി. ശേഷം ഒട്ടും തന്നെ സമയം കളയാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ ദാർസ്യൂസ് മൂന്നാമന് ഒരു അമളി പറ്റി. ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളല്ല. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തെ ചതിച്ചു. ഒപ്പമുണ്ടായിരുന്ന ഒരു ഗവർണർ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി കൊന്നു. ആ ഗവർണറുടെ പേര് ബെസ്യൂസ് എന്നാണ്. ബെസ്യൂസ് സ്വയം പ്രഖ്യാപിക്കുകയാണ് അടുത്ത പേർഷ്യൻ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി. അത് ഞാനാണ്, അലക്സാണ്ടർ അല്ല. ഈ വാർത്ത അലക്സാണ്ടർ അറിയുന്നത് മീഡിയ നഗരത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ്. സ്കൗട്ടുകൾ അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കുകയായിരുന്നു. അലക്സാണ്ടറിന് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യമാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന് ചതി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ദാർസ്യൂസ് മൂന്നാമനെ കൊല്ലേണ്ടത് ഞാനാണ്, അല്ലാതെ അധികാരത്തിനു വേണ്ടി മറ്റൊരാൾ ചതിച്ചു കൊല്ലേണ്ടതല്ല. നേർക്ക് നിന്ന് ധീരതയോട് പൊരുതിയായിരുന്നു കൊല്ലേണ്ടത്. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തി ഒരു ഓർഡർ ഇറക്കുകയാണ്. ദാർസ്യൂസ് മൂന്നാമനെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അടക്കിയിരിക്കുന്ന അതേ സ്ഥലത്ത് ആചാരപ്രകാരം തന്നെ അടക്കണം. ആ നിർദ്ദേശം അതേപടി തന്നെ പാലിക്കപ്പെടുന്നുണ്ട്. അലക്സാണ്ടർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നിരവധി നഗരങ്ങളാണ് കീഴടക്കിയത്. ആ നഗരങ്ങൾക്കെല്ലാം ഓരോ വൈസ്രോയിമാരെ അദ്ദേഹം നിയമിച്ചു. എല്ലാ വൈസ്രോയിമാരും കൃത്യമായിട്ട് ഭരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായി പ്രത്യേകമായിട്ട് നിരീക്ഷണ സംഘത്തെയും നിയമിച്ചിട്ടുണ്ട്. അതിനുശേഷം 330 BC-യിൽ അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. യാത്രയുടെ ലക്ഷ്യം ബെസ്യൂസിനെ കൊല്ലുക. അതിനുവേണ്ടി ആദ്യം അദ്ദേഹം എത്തിച്ചേരുന്നത് ആര്യ എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ്. ആ ആര്യ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം ആര്യയിലുണ്ടായിരുന്ന ഗവർണറായ സാറ്റി ബെർസൈൻ കീഴടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചിന്ത മാറ്റി ആക്രമിക്കാൻ തുടങ്ങി. ഒരു വലിയ യുദ്ധമൊന്നും ആയിരുന്നില്ല, അത്രയ്ക്ക് വലിയ സേനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാറ്റി ബെർസൈൻ ആക്രമിച്ചു. വളരെ അനായാസമായിട്ട് അലക്സാണ്ടർ യുദ്ധത്തിന് ഇറങ്ങാതെ ചില കുതിരപ്പടയാളികളെ അവിടേക്ക് അയച്ച് അനായാസം അയാളെ കൊന്നുകളയുകയായിരുന്നു. അതിനുശേഷം ആര്യ എന്ന് പറയുന്ന പ്രദേശവും അലക്സാണ്ടറിൻ്റെ കീഴിലായി. അവിടെ അദ്ദേഹം പുതിയതായിട്ട് ഒരു നഗരം സ്ഥാപിക്കുന്നുണ്ട്. ആ നഗരത്തിൻ്റെ പേര് അലക്സാൻഡ്രിയ ആരിയാന എന്നാണ്. അതിനുശേഷം അദ്ദേഹം പിന്നീട് പുറപ്പെടുന്നത് ഫെറാഡ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കായിരുന്നു. ആ ഫെറാഡയിൽ വെച്ച്
ഒരു വധശ്രമം നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊല്ലാനായി ഒരു പടയാളി ശ്രമിച്ചു. പക്ഷേ ആ പടയാളിയെ അദ്ദേഹം കീഴ്പ്പെടുത്തി. ആ പടയാളിയുടെ വായിൽ നിന്ന് തന്നെ മനസ്സിലായി ആരാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. കൊല്ലാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ, അലക്സാണ്ടറിൻ്റെ തന്നെ ബോഡി ഗാർഡായിട്ടുള്ള കമ്പാനിയൻ കാവലറിയുടെ തലവനായിട്ടുള്ള ഫിലാട്ടസ് ആണ്. അലക്സാണ്ടറിന് അത് വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. കാരണം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, താൻ ഒരുപാട് തവണ സംരക്ഷിച്ചിട്ടുള്ള പെർമേനിൻ്റെ മകനായിട്ടുള്ള ഫിലാട്ടസ് ആദ്യമൊന്നും ഈ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. പിന്നീട് അയാളെ തടങ്കലിൽ പാർപ്പിച്ചു, ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കി. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. ഫിലാട്ടസ് തന്നെയാണ് രാജ്യാധികാരം, പേർഷ്യൻ സാമ്രാജ്യവും ഗ്രീസ് സാമ്രാജ്യവും മാസിഡോണിയയും ഒക്കെ തൻ്റെ പിതാവായിട്ടുള്ള പെർമേനിയന് സമ്മാനിക്കാൻ വേണ്ടി കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. ആ ക്ഷണം തന്നെ അദ്ദേഹം ഫിലാട്ടസിനെ കൊല്ലുന്നുണ്ട്. അതിനു പുറമെ എക്ബാറ്റേനയിലെ നിലവിലെ ഗവർണറായിട്ടുള്ള പെർമേനിയനെ കൊല്ലാനായിട്ട് ഒരു സേനയെ അയക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലണം. ഫിലാട്ടസ് മരിച്ചു എന്ന വാർത്ത ഒരിക്കലും അദ്ദേഹം അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട്. പെർമേനിയൻ്റെ ഒപ്പം ആരൊക്കെ നിറഞ്ഞു നിൽക്കുമെന്ന് പറയാൻ പോലും സാധിക്കുന്നതല്ല. ഞൊടിയിടയിൽ തന്നെയാണ് പെർമേനിയനെ വകവരുത്തുന്നത്. എക്ബാറ്റേനയിൽ പുതിയ വൈസ്രോയി ചാർജ് ഏറ്റെടുത്തു. 329 BC കാണ്ഡഹാറിൽ മറ്റൊരു നഗരം കൂടി അദ്ദേഹം സ്ഥാപിക്കുന്നു. അലക്സാൻഡ്രിയ അറക്ചൂസിയ എന്നാണ് ആ നഗരത്തിൻ്റെ പേര്. ആ നഗരത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു വാർത്ത ലഭിക്കുന്നത്. കുണ്ടൂസ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ നിലവിൽ തൻ്റെ ശത്രുവായ ബെസ്യൂസ് ഉണ്ട്. ഈ കുണ്ടൂസ് എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വളരെ അരികിൽ തന്നെയാണ്. അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു യുദ്ധത്തിൻ്റെയും ആവശ്യമില്ല. ബെസ്യൂസിൻ്റെ സൈനികർ തന്നെ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി ചങ്ങലയിലാക്കി അലക്സാണ്ടറിന് സമ്മാനിച്ചു. അലക്സാണ്ടർ ഈ ബെസ്യൂസിനെ ഒരു രാജാവായിട്ടോ ഗവർണറായിട്ടോ ഒന്നും പരിഗണിച്ചില്ല. അദ്ദേഹം ഒരു ചതിയനാണ്. ചതിച്ചാണ് ഡാരിയൂസ് മൂന്നാമിനെ വകവരുത്തിയത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ ഇയാൾ അനുഭവിക്കണം. അലക്സാണ്ടർ നേരിട്ട് ശിക്ഷിക്കുന്നില്ല. അയാളെ നേരെ പേർഷ്യൻ തലസ്ഥാനത്തേക്കാണ്, സൂസയിലേക്കാണ് അയക്കുന്നത്. സൂസയിൽ നിന്ന് പിന്നീട് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. അവിടെ വെച്ച് അയാളുടെ ശിരച്ഛേദം നടത്തുന്നു. സ്കൗട്ടുകളുടെ സഹായത്താലാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കേ അറ്റം ഏതാണെന്ന് അലക്സാണ്ടർ മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹം ആ പ്രദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. അത് ഇന്നത്തെ തജിക്കിസ്ഥാനാണ്. ജക്സാർട്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നദിയുണ്ട് അവിടെ. ആ നദിയുടെ കരയിൽ അവിടെ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു പട്ടണം പണി കഴിപ്പിച്ചു. ആ പട്ടണത്തിൻ്റെ പേര് അലക്സാൻഡ്രിയ എസ്കാട്ടെ എന്നാണ്. എസ്കാട്ടെ എന്ന പേരിൻ്റെ അർത്ഥം ഏറ്റവും അകലെയുള്ളതെന്നാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും അകലെയുള്ള, ഏറ്റവും മൂലയ്ക്കുള്ള നഗരം കൂടി അദ്ദേഹം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. പിന്നീടാണ് അദ്ദേഹം മറ്റൊരു കാര്യം അറിയുന്നത്. ഈ എസ്കാർട്ടയിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശം, ഈ ജാക്സാറ്റ്സ് എന്ന് പറയുന്ന ആ നദിയുടെ തീരം അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശമല്ല. സ്കൈത്യോൺസ് എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗമുണ്ട്. ഇവിടെ നിന്നും ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തുള്ള ആളുകളാണ്. അവർ അടിക്കടി ഇവിടെ വന്നു പോകാറുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം മോഷ്ടിച്ച് മടങ്ങിപ്പോകാറുമുണ്ട്. അവർ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, ഈ നഗരത്തെ ആക്രമിക്കാം. അലക്സാണ്ടറിൻ്റെ മറുപടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെ ആയിരുന്നു. അദ്ദേഹം ധീരനാണ്. അങ്ങനെ ആരെങ്കിലും ആക്രമിച്ച് വരുന്നുണ്ടെങ്കിൽ അവരെ കൂടി കീഴ്പ്പെടുത്തിയിട്ട് മാത്രം ഇവിടുന്ന് പോയാൽ മതിയെന്ന് അലക്സാണ്ടർ തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒട്ടും വൈകാതെ തന്നെ സ്കൈത്യോൺസ് ജക്സാർട്സ് എന്ന് പറയുന്ന ആ നദിയുടെ കരയിലേക്ക് എത്തിച്ചേർന്നു. പക്ഷേ അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിശക്തനായിട്ടുള്ള, ധീരനായിട്ടുള്ള ഒരു രാജാവിനെ അവർക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ യുദ്ധത്തിൽ അനായാസമായിട്ട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തി അവരെ കീഴ്പ്പെടുത്തി. പേർഷ്യൻ സാമ്രാജ്യം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ കൈപ്പിടിയിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തണം. അലക്സാണ്ടർ ചക്രവർത്തി വളരെയധികം സന്തുഷ്ടനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഗ്രീക്ക് ഓഫീസർമാർ അത്ര സന്തുഷ്ടവാന്മാരല്ല. കാരണം അലക്സാണ്ടറിൻ്റെ ചെയ്തികൾ തന്നെയാണ്. വർഷങ്ങളായി അവരുടെ കുടുംബവുമായിട്ട് വേർപെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. അവർക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് മടങ്ങിപ്പോകണം. ഓരോ പ്രദേശവും അലക്സാണ്ടർ കീഴ്പ്പെടുത്തുമ്പോൾ തങ്ങൾക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അലക്സാണ്ടർ അവരെ മടക്കി വിടുന്നില്ല.
ഇതിനെല്ലാം ഉപരിയായിട്ട് അലക്സാണ്ടർ ഈ പേർഷ്യൻ കൾച്ചറുമായിട്ട് ഇഴകിച്ചേർന്നാണ് ജീവിക്കുന്നത്. അതിലെ പല ആചാരങ്ങളും ഈ ഓഫീസർമാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോലും അദ്ദേഹം ശ്രമിക്കുന്നു. ഇത് ഈ ഗ്രീക്കുകാർക്ക് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. അവർക്ക് അതിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യവും ഉണ്ടായിരുന്നു. ആ സമയത്താണ് വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം അലക്സാണ്ടറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മാർക്കണ്ഡ എന്ന് പറയുന്ന ഇന്നത്തെ സമർക്കണ്ട് എന്ന പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അലക്സാണ്ടർ. നിരവധി ഓഫീസർമാരുണ്ട്, അതിൽ ധാരാളമായി മദ്യം വിളമ്പി കൊടുക്കുന്നുണ്ട്. അലക്സാണ്ടർ നല്ല പോലെ തന്നെ മദ്യപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ലക്കില്ലാതെ ഒരു വാക്കുതർക്കത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു ഓഫീസറിനെ നിർദാക്ഷിണ്യം കൊന്നു. ക്ലീറ്റസ് ദ ബ്ലാക്ക്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ച പേരാണ്. ബാറ്റിൽ ഓഫ് ഗാർഡിക്കസിൽ അലക്സാണ്ടറിനെ രക്ഷിച്ച, പിന്നിൽ നിന്നും അലക്സാണ്ടറിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ആളുടെ കൈ വെട്ടിമാറ്റിയ സാക്ഷാൽ ക്ലീറ്റസ് ദ ബ്ലാക്ക്. അദ്ദേഹത്തെ അലക്സാണ്ടർ ഒരു കാര്യവുമില്ലാതെ കൊന്നു. അലക്സാണ്ടറിന് അതിൽ വലിയ കുറ്റബോധമുണ്ടായിരുന്നു, അത് സത്യമായ കാര്യമാണ്. പക്ഷേ മറ്റുള്ള ഓഫീസർമാർക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന ദേഷ്യവും വൈരാഗ്യവും 10 മടങ്ങായി ഇരട്ടിച്ചു വന്നു. അതിനുശേഷം അദ്ദേഹം വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരം കൂടി അഡാപ്റ്റ് ചെയ്യുകയാണ് പേർഷ്യക്കാരിൽ നിന്നും. പ്രോസ്കൈനസിസ് എന്ന പേരിലാണ് ആ ആചാരം അറിയപ്പെടുന്നത്. ആ ആചാരം അനുസരിച്ച് എല്ലാ ആളുകളും രാജാവിൻ്റെ മുൻപിൽ കിടക്കണം, അക്ഷരാർത്ഥത്തിൽ തന്നെ കിടക്കണം. രാജാവ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ കിടക്കണം, തൊഴുതു നിൽക്കുകയല്ല, സാഷ്ടാംഗം പ്രണമിക്കണം. അത് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ബഹുമാനം കൊടുക്കേണ്ടത് ദൈവത്തിന് മാത്രമാണ്, അല്ലാതെ ഒരു ചക്രവർത്തിക്ക് അതൊരിക്കലും കൊടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ദിനം പ്രതി രാജാവിന് മേലുള്ള വൈരാഗ്യം ഈ ഓഫീസർമാരിൽ വർദ്ധിച്ചു വന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഈ സംഭവ വികാസങ്ങളെ തുടർന്ന് അലക്സാണ്ടറിനെ കൊല്ലാനായി ഒരുപാട് ശ്രമങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിലൊന്നാണ് ബാക്ടീരിയത്തിൽ വെച്ച് നടന്ന സംഭവം. അവിടെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് വളരെ പ്രശസ്തനായ ഒരു മാസിഡോണിയൻ നോബിൾമാൻ്റെ പുത്രനായ ഹോർമലോസ് ആണ്. ഹോർമലോസ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അലക്സാണ്ടറിൻ്റെ പടയാളികൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അലക്സാണ്ടർ ഉത്തരവിട്ടത് കല്ലെറിഞ്ഞ് കൊല്ലാനാണ്. അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു ശേഷം സൈനികർ കല്ലുകൾ എറിഞ്ഞ് തുരുതുര എറിഞ്ഞ് മൃഗീയമായിട്ട് തന്നെ അദ്ദേഹത്തെ കൊന്നു. മറ്റൊരു നിർണായകമായിട്ടുള്ള വധശ്രമം നടന്നത് കലിസ്തേനസിൻ്റെ ഭാഗത്തു നിന്നാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഗ്രീക്കുകാർ മാത്രമല്ല, അതിനുശേഷം വന്ന റോമക്കാരൊക്കെ തന്നെയും ചരിത്രകാരന്മാരെ ഒപ്പം കൂട്ടും. ഇവരെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടുന്നത്. അക്കൂട്ടത്തിലുള്ള അലക്സാണ്ടറിൻ്റെ ഒഫീഷ്യൽ ചരിത്രകാരനാണ് ഈ കലിസ്തേനസിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടാകുന്നു. പക്ഷേ കലിസ്തേനസിനെ നേരിട്ട് കൊല്ലാൻ അലക്സാണ്ടറിന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ തുറങ്കലിൽ അടക്കുകയായിരുന്നു. മരണം വരെ പിന്നീട് അയാൾ തുറങ്കലിലാണ് കിടന്നത്. 327 BC-യിൽ ബാക്ടീരിയത്തിലെ ഗോത്ര രാജാവായിട്ടുള്ള അല്ലെങ്കിൽ ഗോത്ര തലവനായിട്ടുള്ള വ്യക്തിയുടെ മകളായ റോക്സാനയെ അലക്സാണ്ടർ കാണുന്നു. അദ്ദേഹത്തിന് അവരോട് പ്രണയം തോന്നുന്നു. ശേഷം അവരെ വിവാഹം ചെയ്യുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പാകിസ്ഥാനും ഇപ്പോഴുള്ള ഇന്ത്യയും. അന്ന് ഇന്ത്യ എന്നുള്ള പേരൊന്നുമില്ല, പക്ഷേ ഈ ഒരു ഭൂഭാഗമുണ്ട്. അത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഭൂഭാഗം തന്നെയാണ്. ആർക്കും കൊല്ലാൻ സാധിക്കാത്ത, ആർക്കും നശിപ്പിക്കാൻ സാധിക്കാത്ത ശക്തരായിട്ടുള്ള ആളുകൾ എന്നാണ് ആ കാലഘട്ടത്തിൽ ഇവരെല്ലാവരും കരുതിയിരുന്നത്. ആ പ്രദേശം കീഴ്പ്പെടുത്തണം. അതിനുവേണ്ടി അവർ ഹിന്ദുകുഷ് മലനിരകൾ താണ്ടി തൊട്ടപ്പുറത്തുള്ള പ്രദേശത്തേക്ക് കടന്നു ചെന്നു. സിന്ധു നദിയുടെ തടങ്ങളിൽ വരെ അവർ എത്തിച്ചേർന്നു. പോന്ന വഴിക്ക് ധാരാളമായി ട്രൈബൽസ് ഉണ്ടായിരുന്നു. ആ ട്രൈബൽസിനെ എല്ലാം അവർ കൊന്നുതള്ളി. അങ്ങനെയാണ് അവർ മസാഗ എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രദേശത്ത് എത്തിച്ചേരുന്നത്. അവിടെ ഒരു രാജ്ഞിയാണ് ഭരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന പടയാളികളെയും വകവരുത്തി അവിടുത്തെ പ്രദേശവും കൂടി സ്വന്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോഴാണ് ഈ മസാഗ എന്ന പ്രദേശത്തെ സുന്ദരിയായ രാജ്ഞിയെ അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രണയം അവരോട് തോന്നി. അതുകൊണ്ട് തന്നെ മസാഗയിലെ ആ രാജ്ഞിയെ അദ്ദേഹം കൊല്ലുന്നില്ല. പകരം അവരോടൊപ്പം കുറച്ചു നാൾ അദ്ദേഹം അവിടെ താമസിക്കുകയാണ് ഉണ്ടായത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മസാഗയിലെ ആ രാജകുമാരി അലക്സാണ്ടറിൻ്റെ പുത്രന് ജന്മം നൽകി. പിന്നീട് ആ മസാഗ എന്ന നഗരം തൻ്റെ മകനും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ രാജ്ഞിയായിട്ടുള്ള ആ സ്ത്രീക്കും സമ്മാനിച്ചിട്ട്
അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചു. പിന്നീട് എത്തിച്ചേരുന്നത് തക്ഷശില എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്നത്തെ റാവൽപിണ്ടിയിലാണ് ഈ തക്ഷശില സ്ഥിതി ചെയ്യുന്നത്. അതായത് പാകിസ്ഥാനിലാണ് തക്ഷശില ഉള്ളത്. തക്ഷശിലയിലെ രാജാവുമായിട്ട് ഒരു യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നില്ല. അവർക്ക് അലക്സാണ്ടറിനോട് വലിയ താല്പര്യമായിരുന്നു. അലക്സാണ്ടറിനോടൊപ്പം യുദ്ധം ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അലക്സാണ്ടറിൻ്റെ സേനയുടെ ഭാഗമായിട്ട് ഈ സേന മാറുന്നു. പിന്നീട് കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു സേനയായിട്ടാണ് അടുത്ത യാത്രകൾ ആരംഭിക്കുന്നത്. പിന്നീടാണ് പ്രശസ്തമായ ബാറ്റിൽ ഓഫ് ഹൈഡസ്പാസ് നടക്കുന്നത്. ഹൈഡസ്പാസ് പൗരവാസ് എന്ന് പറയുന്ന ഒരു വിഭാഗവുമായിട്ട് നടന്ന യുദ്ധമാണ്. ആ പ്രദേശം ഭരിച്ചിരുന്ന രാജാവ് പോറസ് രാജാവായിരുന്നു. ശക്തമായിട്ടുള്ളൊരു യുദ്ധമാണ് അവിടെ നടന്നത്. അലക്സാണ്ടർ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധം. പോറസിൻ്റെ ഏറ്റവും വലിയ ആയുധം ആനപ്പടയായിരുന്നു. ആനപ്പടയുമായിട്ട് പിടിച്ചു നിൽക്കാൻ അലക്സാണ്ടറിന് സാധിക്കുമായിരുന്നില്ല. എന്നാൽ പോലും ആ യുദ്ധത്തിൽ ഒടുവിൽ വിജയിക്കുന്നത് അലക്സാണ്ടറാണ്. ആരെയും വകവയ്ക്കാത്ത അലക്സാണ്ടറിൻ്റെ ധൈര്യം തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ട് മാറിയത്. പോറസിനെ കീഴ്പ്പെടുത്തി. ഇനി അടുത്തതായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരണം. പോറസിനെ കീഴ്പ്പെടുത്തുമ്പോൾ ആ പ്രദേശം ഇന്നത്തെ പഞ്ചാബാണ്. ഇന്നത്തെ പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള പഞ്ചാബല്ല, പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള പഞ്ചാബ് പ്രദേശമാണ് അദ്ദേഹം കീഴ്പ്പെടുത്തുന്നത്. ഇനി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഒരു വലിയ കടമ്പയായിട്ട് വരുന്നത് ബിയാസ് നദിയാണ്. ബിയാസ് നദി ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ അറ്റം എന്നാണ്. പലരും പറയുന്നത് ആ നദിയുടെ അപ്പുറം ഒന്നുമില്ലെന്നാണ്, അവിടെ വെച്ച് ലോകം അവസാനിക്കുന്നു എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരു വിഭാഗം ആളുകളുണ്ട്, നമ്മളെക്കാൾ അതിശക്തരായിട്ടുള്ള ആളുകൾ, നമ്മളെക്കാൾ ഒരു 10 അടിയെങ്കിലും നീളക്കൂടുതൽ അവർക്കുണ്ടായിരിക്കും, നമ്മളെക്കാൾ ഭീകരമായ വലിപ്പമുള്ള ഭീകര സത്വങ്ങൾ അവിടെ ഉണ്ട്. അവരെ കൊല്ലുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഈ ബിയാസ് നദി താണ്ടി അപ്പുറത്ത് പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും അലക്സാണ്ടർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ആ പ്രദേശത്തും പോകണം, അവിടെയും കീഴ്പ്പെടുത്തണമെന്ന് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇക്കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ സൈനികരെ അറിയിച്ചു. പക്ഷേ ഓഫീസേഴ്സ് ഒന്നും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അലക്സാണ്ടർ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ അത് ചെവികൊള്ളാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അലക്സാണ്ടറിന് ഒരു രക്ഷയുമില്ലാതെ ആയപ്പോൾ മാത്രമാണ് ബിയാസ് നദി താണ്ടി അപ്പുറത്ത് പോവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഉപേക്ഷിക്കുന്നത്. ഒടുവിൽ ഈ ബിയാസ് നദിയുടെ ഓരം ചേർന്ന് തന്നെ അവർ യാത്ര തുടരുന്നു. അങ്ങനെ യാത്ര തുടർന്ന് ഒരു ഭാഗം എത്തിയപ്പോൾ ബിയാസ് നദിയുടെ കൈവരി കുറേ കൂടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ കുറേ കൂടെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഇവരുടെ ഭാഗത്ത് സിന്ധു നദിയായി. ആ നദിയുടെ ഓരം ചേർന്ന് അവർ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ അവർക്ക് ചില ഗോത്ര വിഭാഗങ്ങളെ കണ്ടുമുട്ടാൻ സാധ്യമായി. അവരെയും കീഴ്പ്പെടുത്തിയിട്ടാണ് ഈ യാത്രയുമായിട്ട് അവർ മുന്നിലേക്ക് പോകുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ അവർ സമുദ്രത്തിൻ്റെ ഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഈ സേന രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ഒരു വിഭാഗം ഈ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് പേർഷ്യയിലേക്ക് പോവുകയാണ്. ഇന്നുവരെ ആരും പോയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്ര. അങ്ങനെ പല ചരിത്രകാരന്മാരും പറയുന്നുണ്ടെങ്കിൽ പോലും സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പേർഷ്യയിലേക്ക് സിന്ധു നദീതടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വ്യാപാരം നടത്തിയിട്ടുള്ളതായി മനസ്സിലാക്കാം. അവർ ആ കാലഘട്ടത്തിലെ പ്രാചീന ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇതേ പേർഷ്യൻ ഗൾഫിലൂടെ യാത്ര ചെയ്തതായിട്ട് മനസ്സിലാക്കാം. അത് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. അലക്സാണ്ടർ അടങ്ങുന്ന മറുവിഭാഗം അവർ യാത്ര പുറപ്പെടുന്നത് സമുദ്രത്തിലൂടെയല്ല, മറിച്ച് കരയിലൂടെ തന്നെയാണ്. അവർക്ക് നേരിടേണ്ടി വന്നത് വളരെ ദൈർഘ്യമേറിയ ഒരു യാത്രയായിരുന്നു. ആ യാത്രയെല്ലാം ഒരു മരുഭൂ പ്രദേശത്തിലൂടെയായിരുന്നു. ഇന്നത്തെ സൗത്ത് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ഗഡ്രോസിയാൻ മരുഭൂ പ്രദേശത്തിലൂടെയായിരുന്നു യാത്ര. ആ യാത്രക്കിടയിൽ അലക്സാണ്ടറിൻ്റെ നിരവധി സൈനികരാണ് മരണമടഞ്ഞത്. അവശേഷിച്ച സൈനികരുമായിട്ട് അദ്ദേഹം ഒടുവിൽ പെർസിപ്പോളിസിൽ എത്തിച്ചേർന്നു. പിന്നീടുള്ള കുറച്ചു കാലം അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയ വിചാരണ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിലും വ്യത്യസ്തരായിട്ടുള്ള വൈസ്രോയിമാരെ ഭരണത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവരിൽ പലരും വളരെ മോശമായിട്ടാണ് ഭരിച്ചത്. പല ആളുകളും അവിടുത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, പല ടൂമ്പുകൾ കൊള്ളയടിച്ചു, അതായത് ശവകുടീരങ്ങൾ കൊള്ളയടിച്ചു.
ഒരുപാട് കറപ്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. അവരെയൊക്കെ വിചാരണ ചെയ്ത് അദ്ദേഹം കൊല്ലുന്നു. പകരം അവരെയൊക്കെ മറ്റ് വൈസ്രോയിമാരെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നുമുണ്ട്. അവിടുന്ന് പിന്നീട് അദ്ദേഹം തലസ്ഥാന നഗരമായ സൂസയിലേക്ക് പുറപ്പെട്ടു. സൂസയിൽ ഒരു മാസ് മാരേജ് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ വിവാഹിതരാകുന്നതൊക്കെ തന്നെയും അലക്സാണ്ടറിൻ്റെ പ്രിയപ്പെട്ട ഓഫീസർമാരാണ്, ഗ്രീക്ക് ഓഫീസർമാരാണ്. അവർ വിവാഹം ചെയ്യുന്നത് പേർഷ്യൻ നോബിൾ വുമൺ ആണ്. അതായത് ഉന്നത കുലജാതരായിട്ടുള്ള പേർഷ്യൻ യുവതികളാണ്, സുന്ദരികളായിട്ടുള്ള യുവതികളാണ്. ആ കൂട്ടത്തിൽ തന്നെ 2 സുന്ദരികളെ അലക്സാണ്ടർ ചക്രവർത്തി സ്വീകരിക്കുന്നുമുണ്ട്, അവരെ പത്നിയാക്കി മാറ്റുന്നുമുണ്ട്. വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ സൈനികർക്കും കൊടുക്കാനുണ്ടായിരുന്ന സകല പണവും അദ്ദേഹം കൊടുത്തു തീർക്കുന്നു. പുതുതായിട്ട് നിരവധി സൈനികരെ അദ്ദേഹം റിക്രൂട്ട് ചെയ്യുന്നു. യുവാക്കളെ അടുത്ത ഫാലങ്സ് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അതായത് നീളമേറിയിട്ടുള്ള കുന്തമേന്തിയിട്ടുള്ള പടയാളികളാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. 30,000-ഓളമുള്ള യുവാക്കളെയാണ് ഇതിനുവേണ്ടി അദ്ദേഹം റിക്രൂട്ട് ചെയ്യുന്നത്. ഈ സമയങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാൻ സാധ്യമായി. എക്കറ്റാനയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ഹെപ്പസ്റ്റയോൺ മരണമടഞ്ഞിരിക്കുന്നു. പനിയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അലക്സാണ്ടർ പിന്നീട് കടന്നു പോകുന്നത് കടുത്ത വിഷാദ രോഗത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഡിപ്രഷനിലൂടെയാണ്. അദ്ദേഹം ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. പേർഷ്യയിലും ഗ്രീസിലുമായിട്ട് മൗനം ആചരിക്കാനുള്ള ഉത്തരവ് കൊടുത്തു. എല്ലാ വിധത്തിലുള്ള ആഘോഷങ്ങളും നിർത്തിവെച്ചു. കാരണം അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മരണവാർത്തകൾക്കിടയിൽ അദ്ദേഹത്തിന് സന്തുഷ്ടകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി കേൾക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ബാക്ടീരിയത്തിലെ ഭാര്യയായിട്ടുള്ള റോക്സാന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അലക്സാണ്ടർ 4 എന്ന പേരിലാണ് ആ കുട്ടി അറിയപ്പെടുന്നത്. ആ കുട്ടിയുടെ ജനനത്തിന് ശേഷമാണ് വീണ്ടും ജീവിതത്തിലേക്ക് അലക്സാണ്ടർ മടങ്ങിയെത്തുന്നത്. ഇനി കീഴ്പ്പെടുത്താനായി വേറെയും പ്രദേശങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷേ അറേബ്യ എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്, അവിടം കീഴ്പ്പെടുത്തണം. പക്ഷേ അറേബ്യ കീഴ്പ്പെടുത്താൻ അദ്ദേഹത്തിന് സാധ്യമായില്ല. 32-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കലശലായ രോഗബാധയുണ്ടായി, വിറയലോടുകൂടിയ പനിയുണ്ടായി. അതൊരു സാധാരണ പനി ആയിരുന്നില്ല. ഒരുപക്ഷെ അതൊരു കോളറ ആയിരിക്കാം, ഒരു ടൈഫോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും മാരകമായിട്ടുള്ള വിഷം കൊടുത്തതായിരിക്കാം. എന്തായാലും 32-ാമത്തെ വയസ്സിൽ ആ ധീര പോരാളി മരണമടഞ്ഞു. അടുത്തതായിട്ട് ഒരു സക്സസർ ഉണ്ടായിരുന്നില്ല, ആരെയും അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വലിയ രീതിയിലുള്ള ആഭ്യന്തര ലഹളയാണ് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലും ഗ്രീസിലുമായിട്ട് അരങ്ങേറിയത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സൈനികർ, ഓഫീസേഴ്സ് പരസ്പരം പോരാടി അധികാരത്തിനായി. ഈ പോരാട്ടങ്ങൾക്കിടയിൽ അലക്സാണ്ടറിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ റോക്സാനയുടെ മകനായിട്ടുള്ള, അല്ലെങ്കിൽ അലക്സാണ്ടറിൻ്റെ കൂടി മകനായിട്ടുള്ള അലക്സാണ്ടർ 4 ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അലക്സാണ്ടറിൻ്റെ ഭൗതിക ശരീരം ഒരു സുവർണ സാർക്കോഫാഗസിലാക്കി ഗ്രീസിലേക്ക്, അല്ലെങ്കിൽ മാസിഡോണിയയിലേക്ക് അയക്കാനായിരുന്നു എല്ലാവരും തീരുമാനിച്ചത്. പക്ഷേ ആഭ്യന്തര ലഹളയെ തുടർന്ന് ഇത് മാസിഡോണിയയിൽ എത്തിച്ചേരുന്നില്ല. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് പിന്നീട് എത്തിച്ചേർന്നത് അദ്ദേഹം തന്നെ സ്ഥാപിച്ച നൈൽ നദി ഒഴുകി തുടങ്ങുന്ന പ്രദേശമായിട്ടുള്ള അലക്സാണ്ട്രിയയിലാണെന്നാണ്. ചരിത്രത്തിൽ എന്നും അലക്സാണ്ടറിനെ ഓർത്തിരിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന പേരിലാണ്, മഹാനായ അലക്സാണ്ടർ എന്ന പേരിലാണ്. പക്ഷേ മഹാനായ ഒരു അലക്സാണ്ടർ ആയിരുന്നോ ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ്? അദ്ദേഹത്തിൻ്റെ ധീരതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അദ്ദേഹത്തെ ആ പേരിൽ വാഴ്ത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മേഖലയിൽ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം നിരവധി ആളുകളെ കൊന്നിട്ടുണ്ട്. നിരവധി ആളുകളുടെ മരണത്തിന് നേരിട്ടോ അല്ലാതെയോ കാരണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും നമുക്ക് ഒരു മോട്ടിവേഷനായി മാറരുത്. അദ്ദേഹത്തെ നമുക്ക് പല കാര്യങ്ങളിലും മോട്ടിവേഷനായിട്ട് എടുക്കാം. പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളുടെ പേരിൽ ഒരിക്കലും ആരും തന്നെ അദ്ദേഹത്തെ മോട്ടിവേഷനായിട്ട് എടുക്കരുത്. അദ്ദേഹത്തിൻ്റെ ധീരപ്രവർത്തികൾക്ക് വേണ്ടി, ധീരതയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പെർസിവറൻസിന് വേണ്ടി നമുക്ക് മോട്ടിവേഷനായിട്ട് എടുക്കാം. ആ പെർസിവറൻസ് നമുക്കും ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പരാജയങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ തിരിച്ചടികൾ ഏറ്റുവാങ്ങിയാലും ധീരമായിട്ട് തന്നെ മുന്നോട്ട് ധൈര്യത്തോടെ പോകാനുള്ള ആർജവം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം. അല്ലെങ്കിൽ ആ രീതിയിലെങ്കിലും നമുക്ക് ചിന്തിക്കാം. പക്ഷേ അദ്ദേഹം ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ നമ്മൾ മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമില്ല. അലക്സാണ്ടറിൻ്റെ ഈ സീരീസ്
ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ ക്ലിയോപാട്രയുടെ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ വീഡിയോയും ഇഷ്ടപ്പെടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നിങ്ങളുടെ ഇഷ്ടം രേഖപ്പെടുത്തുക. ഞാൻ ഈ ലൈക്സും അതുപോലെ കമൻസും ഒക്കെ പ്രത്യേകം നോക്കും. കാരണം നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമായി എന്നെനിക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് വലിയ രീതിയിലുള്ള മോട്ടിവേഷനാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് കമൻറ്റ് നൽകാനായിട്ട് ഒരു മടിയും കാണിക്കേണ്ട. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.